ജനമല്ല ജയിക്കേണ്ടത്, ദൈവം ജയിക്കണം. ദൈവത്തിന് പ്രഥമസ്ഥാനം. സഭയ്ക്കകത്ത് എലക്ഷൻ പാടില്ലെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇട്ടുകൊണ്ട് അംഗീകരിച്ചാ മതി. എന്തൊരു മേളമാ നടക്കുന്നേ, എന്തൊരു മേളമാ. പാടില്ല. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടണം. നമ്മളല്ല തെരഞ്ഞെടുക്കേണ്ടത്, ദൈവം തെരഞ്ഞെടുക്കണം. ശൗലിന്റെ തലയിലോട്ട് തൈലക്കൊമ്പിലെ തൈലാഭിഷേകം ഒഴിച്ചേച്ച് ശമൂവേൽ പറയുന്ന ഒരു പദമുണ്ട്. ദേ നോക്ക്, യഹോവ തെരഞ്ഞെടുത്തവനെ കണ്ടോ? ദൈവം തെരഞ്ഞെടുക്കും. ദൈവത്തെ ഭയപ്പെടുന്നില്ല. ജനം ഇലക്ഷൻ നടത്തി ജനം തെരഞ്ഞെടുത്ത് അങ്ങോട്ട് വിടുക, അവരങ്ങ് തീരുമാനിക്കുക. ബേച്ചാൻ എന്നെ എനിക്ക് സൂക്ഷിച്ചു നോക്കുന്നേ, ഉള്ള കാര്യമായി പറയാന്നേ. ദൈവത്തിന് മഹത്വം. ഉള്ളതായി പറയുന്ന ഉള്ളതാ, അല്ല ഉള്ളത് പറയുന്ന എല്ലാവർക്കും ഇഷ്ടവുമല്ല. ദൈവത്തിന് മഹത്വം. വേദപുസ്തകത്തിലെ ഒടുവിലത്തെ പുസ്തകമാകുന്ന വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 17-ാമത്തെ തിരുവെടുത്താണ് ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. നമുക്കറിയാം, സത്യവേദ പുസ്തകം 66 പുസ്തകമുള്ള ഈ സത്യവേദ പുസ്തകം, അതിലെ ആദ്യത്തെ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം 50 അധ്യായം. ഒടുവിലത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം 22 അധ്യായങ്ങൾ. ഈ രണ്ട് പുസ്തകം തമ്മിൽ വളരെ ബന്ധമുണ്ട്. ഈ രണ്ട് പുസ്തകവും എഴുതിയത് ഒരാളല്ല, 2 പേരാണ്. ആദ്യത്തെ പുസ്തകമാകുന്ന ഉൽപ്പത്തി പുസ്തകം മോശെ എഴുതി എന്ന് നമുക്ക് മനസ്സിലാകും. ഒടുവിലത്തെ പുസ്തകമാകുന്ന വെളിപ്പാട് പുസ്തകം കർത്താവിൻ്റെ അപ്പോസ്തലൻ യോഹന്നാൻ അപ്പോസ്തലനാൽ എഴുതപ്പെട്ട പുസ്തകമാണ്. ഈ 2 പേരും ദീർഘവർഷങ്ങളുടെ അന്തരത്തിലാണ് ഇവർ ജീവിച്ചത്. ഏതാണ്ട് 1600 കൊല്ലത്തോളം പഴക്കമുണ്ട് ഈ 2 പുസ്തകം എഴുതിയ കാലക്കണക്കനുസരിച്ച്. എഴുത്തുകാർ തമ്മിൽ 2 പേരും കണ്ടിട്ടില്ല. പക്ഷേ ഇത് വായിച്ച തോന്നും 2 പേരും കൂടെ ഒന്നിച്ചിരുന്ന് എഴുതിയത് എന്ന് നമുക്ക് തോന്നും. അത്രയ്ക്ക് യോജിപ്പുള്ള പുസ്തകമാണ് ഈ 2 പുസ്തകങ്ങൾ. ഇതെല്ലാം ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് വളരെ മനഃപാഠമാണ്. ഉൽപ്പത്തി പുസ്തകം പലതിൻ്റെയും ആരംഭമാണ്. വെളിപ്പാട് പുസ്തകം ആരംഭിച്ച പലതിൻ്റെയും അവസാനമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകവും ദാനിയേൽ പ്രവചനവും ഭാവികാല പ്രവചനമൊക്കെ നന്നായിട്ട് പ്രസംഗിക്കുന്ന കർത്തൃദാസന്മാർ കേരളക്കരയ്ക്ക് ദൈവം തന്നിട്ടുണ്ട്. അതിൽ പ്രഗത്ഭനായ ഒരു ദൈവദാസനാണ് ഇവിടെ പൊതുവിൽ കേട്ടതുപോലെ ഇന്നലെ ഇവിടെ വന്ന് ശുശ്രൂഷിച്ചത്. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള മേഖലയിലൊന്നും കൈവെക്കുന്നില്ല. ഞങ്ങളുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, നല്ല പഴഞ്ചൊല്ലല്ലെങ്കിലും സന്ദർഭം വന്നുകൊണ്ട് പറയാ, വയ്യാത്ത പട്ടി എന്തിനാ കയ്യാല കയറുന്നേ. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള വിഷയത്തിലൊന്നും കൈവെക്കുന്നില്ല. ലളിതമായിട്ട് ചില കാര്യങ്ങൾ ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം എഴുതി, വെളിപ്പാട് പുസ്തകവും എഴുതി. ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന്, ഇത് മനുഷ്യവർഗത്തിന്റെ രക്ഷയാണ് ഈ പുസ്തകം വെളിപ്പെടുത്തിയിരിക്കുന്നത്. സകല മനുഷ്യനും രക്ഷപ്പെടണം. തീത്തോസ് 2:11 വാക്യം സഹോദരി വായിച്ചാട്ടെ. തീത്തോസ് 2:11. ഈ സഹോദരിക്ക് കൂട്ടായിട്ട് ഒരു സഹോദരിയും കൂടെ വന്നിരിക്കുന്ന നല്ലതാ. അത് പാസ്റ്റർമാരുടെ ഭാര്യമാരോ വേഗത്തിൽ വാക്യം വായിക്കുന്ന സഹോദരിമാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാളോട് വന്ന് ഒരാളെയും കൂടെ തരട്ടെ. അതോ ഇഷ്ടമില്ലേ? ഒരാളോട് വാ. അവിടെ പാസ്റ്റർമാരുടെ ഭാര്യമാരുണ്ടെങ്കിൽ ഇന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. പാസ്റ്റർമാരും കല്യാണം കഴിക്കാത്തവരാ. എല്ലാം DPM എന്ന് അവർക്ക് തന്നെ അറിയാൻ മേല പാസ്റ്ററുടെ ഭാര്യയാണെന്നോ അല്ലയോ എന്ന്. നിങ്ങൾ അടുത്തിരിക്കുന്നവർ പറ, അമ്മാമ്മയുടെ കാര്യമാണ് എന്ന് എഴുന്നേറ്റ്. ആരും വന്നില്ലേ? എന്താ വേലയ്ക്ക് ഇറങ്ങിയതാന്ന്? ഏതേലും ഒരു സഹോദരി, ദൈവദാസന്മാരുടെ ഭാര്യമാര് വാക്യം വായിക്കുന്ന ആരെങ്കിലും ഉണ്ട് ഈ സഹോദരിക്കൊരു കൂട്ടായിട്ട്, അത് ശൂന്യശലത്ത് മൂങ്ങാ പോലിരിക്കാതെ നിങ്ങളൊരാളോട് വന്ന് ലോകം മുഴുവൻ കാണുക, എന്നെ ചെയ്യാന്? വാ സഹോദരി വാ. രണ്ടുപേരുടെ ഒരുവരേക്കാൾ 20 അല്ലയോ നല്ലത്? കർത്താവ് 2 പേരെ അല്ലേ അയച്ചേ. അതുകൊണ്ട് ഞാനങ്ങ് ആട്ടെ, നിങ്ങൾ 2 പേരുടെ
ദൈവകൃപയെ ശരണപ്പെട്ടു. തെറ്റിയാൽ അഥവാ ഞാൻ തിരുത്തിക്കോളാം, പേടിക്കുമൊന്നും വേണ്ട. ഈ വരാതെ എന്നാന്ന് ചോദിച്ചാൽ ചെല്ല് വരച്ചു വെച്ചേക്കുന്ന അയാൾക്ക് ബോധവും വെളിവും ഒന്നും ഉള്ളവനല്ല. എന്തെങ്കിലും തെറ്റി അയാൾ വായി വരുന്നതെല്ലാം പിടിച്ച് പറയാറുണ്ട്. പിന്നെ എഴുന്നേക്കരുതെന്നും പറഞ്ഞാൽ ഈ പമ്മി ഇരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേര് സമർപ്പണത്തോടെ വന്നല്ലോ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷയാ. വായിക്കാം. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ തിരുവെഴുത്ത്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. പിന്നെ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട്. അതെ, എല്ലാ വാക്യവും വായിപ്പിക്കുന്നില്ല. അവിടെ പൊതുവിൽ വായിച്ചു കേട്ടത് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ എന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, സകല മനുഷ്യരെയും രക്ഷിക്കുവാൻ, സകല മനുഷ്യർക്കും രക്ഷ തരുവാൻ, സകല മനുഷ്യരെയും വിടുവിക്കുവാൻ ഒരുവൻ സ്വർഗമഹിമകൾ വിട്ട് ഇറങ്ങി വന്നു. അവിടുന്ന് നസറയനാകുന്ന യേശു ക്രിസ്തു. അപ്പോൾ സകല മനുഷ്യന്റെ രക്ഷ, അതായത് പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം. ഈ പുസ്തകത്തിലെ പ്രതിപാദ്യ പുരുഷൻ നമുക്കറിയാം, എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന നസറായനാകുന്ന യേശു ക്രിസ്തു. സകലരിലും ശ്രേഷ്ഠനാകുന്ന, ഉന്നതനാകുന്ന, മഹിമയുള്ള, മഹത്വമുള്ള നസറയനാകുന്ന യേശു ക്രിസ്തു. അതാണ് ഈ പുസ്തകത്തിലെ പ്രതിപാദ്യ പുരുഷൻ. അതെ, നമ്മൾ ഇന്ന് രാത്രി വായിച്ചത് വെളിപ്പാട് പുസ്തകം 2:17. ഈ പുതിയ നിയമ പുസ്തകം നമുക്കറിയാം, ഈ സത്യവേദ പുസ്തകം 2 ഭാഗമായിട്ടാണ്. പഴയ നിയമവും പുതിയ നിയമവും. ഇപ്പൊ നമ്മുടെ ഇടയിൽ ചില ആൾക്കാര് എഴുന്നേറ്റിട്ടുണ്ട്, ഇപ്പോൾ പണ്ടും ഉണ്ടായിരുന്നു. പഴയ നിയമം ഒന്നും പ്രസംഗിക്കരുത് എന്ന് പറയുന്ന ചില വിഡ്ഢികളുണ്ട്. പഴയ നിയമം പ്രസംഗിക്കരുത്, അത് വേണ്ട, അത് ഒരുത്തം പറഞ്ഞ് കീറിക്കളയാൻ പറഞ്ഞു, വേറൊരുത്തം പറഞ്ഞു ഒന്നിച്ചു കുത്തിക്കെട്ടിയത് ആരാന്ന് ചോദിച്ചു. ഇങ്ങനൊക്കെ ഈ സംസാരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. എന്നാൽ പുതിയ നിയമ ഭാഗം പ്രസംഗിക്കുമ്പോൾ അതിന് പല തെളിവുകളും അതിൻ്റെ അടിസ്ഥാന വിഷയങ്ങളും ഭാഗങ്ങളും പഴയ നിയമത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ പുതിയ നിയമത്തിലെ ഏത് ഭാഗം നിങ്ങളെടുത്ത് സംസാരിച്ചാലും അതിനെല്ലാം അതിൻ്റെ അടിസ്ഥാനം, തുടക്കം പഴയ നിയമത്തിലാണ്. അപ്പോൾ പഴയ നിയമം കൂടാതെ പുതിയ നിയമം ശരിയായ വിധത്തിൽ പ്രസംഗിക്കാനൊക്കത്തില്ല. പിന്നെ ബഹളോ ഒച്ചപ്പാടും ഒക്കെ ഉണ്ടാക്കി ആൾക്കാരെയൊക്കെ ഒന്ന് ഇളക്കി 2 പെണ്ണുങ്ങളെ തെള്ളിയിട്ടേച്ച് കാറെ കയറി പോകാം. എന്നാൽ പഴയ നിയമത്തിലെ സംഭവങ്ങളാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനമായിട്ട് കിടക്കുന്നത്. മാത്രമല്ല, നമ്മുടെ ഇടയിൽ ഇപ്പോൾ ഒരു പുതിയ പ്രവണതയുണ്ട്. സങ്കീർത്തന ഭാഗമൊന്നും പ്രസംഗിക്കരുത്, അത് വായിക്കരുത്, ധ്യാനിക്കരുത്. അത് പേടിച്ച് നമ്മുടെ ചില ഉപദേശിമാരിപ്പം സഭായോഗത്തിന് സങ്കീർത്തനം വായിക്കുന്നുമില്ലെന്ന് കേൾക്കുന്നു. നിങ്ങളൊക്കെ വായിക്കുന്നുണ്ടായിരിക്കാം. ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട്. അപ്പോൾ സങ്കീർത്തന ഭാഗം വായിക്കരുതെന്ന് പുതിയ ഉപദേശങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു വാക്യം ഇപ്പം നമുക്ക് തെളിവിനെടുക്കാം. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ അനന്തരം എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് കൂടെ നടന്നു. നമ്മൾ വായിക്കുന്നുണ്ട്. അതില് ഒരാളുടെ പേര് ക്ലയോപ്പാവെന്നാണ് എഴുതിയേക്കുന്നത്. യേശു അവരുടെ കൂടെ നടന്നു. ആ ഭാഗമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. തർക്കിച്ചും വാദിച്ചും പോവുക. കർത്താവ് കൂടെ നടന്ന് എന്തുവാ കാര്യമാണെന്ന് ചോദിച്ചു. ഒടുവില് മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവചന പുസ്തകത്തിലും സങ്കീർത്തനത്തിലും ഇങ്ങനെ എഴുതിയേക്കുന്നത്, തന്നെ പറ്റിയുള്ളത് അല്ലെങ്കിൽ എന്നെ പറ്റിയുള്ളത്. കർത്താവ് പറയാ എന്നെ പറ്റി. അവര് റിപ്പീറ്റ് ചെയ്തും പറഞ്ഞു തന്നെ പറ്റിയുള്ളത്. തെളിയിച്ചു കൊടുത്തു. ആ വാക്യം ഒന്ന് വായിച്ചേ. 24:44 ലൂക്കോസ്. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവർത്തിയാകണം എന്നുള്ളത് തന്നെ. അപ്പോൾ യേശുക്രിസ്തു നേരിട്ട് പറഞ്ഞ കാര്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
മോശയുടെ ന്യായപ്രമാണത്തിലും മോശയുടെ ന്യായപ്രമാണത്തിലും ആ. പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് അപ്പോൾ സങ്കീർത്തനങ്ങളിലും മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവചന പുസ്തകത്തിലുമെല്ലാം യേശുക്രിസ്തുവിനെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. അന്നേരം ഈ പുതിയ വിഡ്ഢികള് വന്ന് പറയാ ഇതൊന്നും പറയരുത്, പ്രസംഗിക്കരുതെന്ന്. അവർക്ക് മൈക്ക് മോനെ ഇച്ചിരി കൂട്ടിത്താ, എനിക്ക് തൊണ്ട തന്നെ എല്ലാം പോയി കിടക്കുക, കൂട്ടിത്താ, ഈ യോഗം ഗുണമാകണമെന്ന ഉദ്ദേശമെങ്കിൽ താ. അപ്പൊ ശ്രദ്ധിക്കുക, എന്നെ കൂട്ടാത്തത് വലിയ സങ്കടമാണെന്ന് തോന്നുന്നു. ഞാൻ ഉറക്കെ പറയുമ്പോ അങ്ങ് അകത്തും, അതൊക്കെ പറയുമ്പോ ഞാൻ അടുപ്പിക്കും. മോനെ നമ്മൾ തമ്മിൽ ഒരു ധാരണയിൽ ഇന്ന് നിൽക്കണം. തന്നെ നാളെ ഇങ്ങനെ ഒരു യോഗ ഇവിടെ ഇല്ല. അപ്പൊ ശ്രദ്ധിക്കുക, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവചന പുസ്തകത്തിലും സങ്കീർത്തനത്തിലും അവിടുത്തെ പറ്റി എഴുതിയത് തെളിയിച്ചു കൊടുത്തു. അങ്ങനെയെങ്കിൽ പ്രിയരെ, പഴയ നിയമ ഭാഗത്തിലെല്ലാം അവൻ യേശുക്രിസ്തുവിനെ പറ്റിയാ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പഴയ നിയമവും പുതിയ നിയമവും നമുക്ക് ആവശ്യമാണ്. അതെ, അങ്ങനെയുള്ള പഴയ നിയമ പുസ്തകങ്ങള് 39 പുസ്തകം, പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങൾ. ഈ വേദപുസ്തകത്തിലെ 66 പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകം എഴുതിയിരിക്കുന്നത് നമുക്കറിയാം. പുസ്തകം ഏറ്റവും കൂടുതൽ അധ്യായമല്ല, കൂടുതൽ പുസ്തകം എഴുതിയിരിക്കുന്നത് ധന്യനായ പൗലോസാണ്. ദൈവത്തിന് മഹത്വം. അതിന് കഴിഞ്ഞാൽ പുസ്തകങ്ങൾ ധാരാളം ഏറെ എഴുതിയിരിക്കുന്നത് മോശയുടെ 5 പുസ്തകങ്ങൾ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതുപോലെ തന്നെ എഴുതിയ ആളാണ് യോഹന്നാൻ അപ്പോസ്തലൻ. അദ്ദേഹവും 5 പുസ്തകം എഴുതി. ഒന്ന് ഒരു സുവിശേഷ പുസ്തകം നമുക്കറിയാം. 3 ലേഖനങ്ങൾ എഴുതി. അപ്പോൾ സുവിശേഷ പുസ്തകവും 3 ലേഖനവും കൂടെ ചേർത്ത് 4. പിന്നീട് എഴുതിയാണ് വെളിപ്പാട് പുസ്തകം, 5-ാമത്തെ പുസ്തകം. അപ്പോൾ വേദപുസ്തകത്തിൽ 2 പേര് 5 പുസ്തകം എഴുതി. ഏറ്റവും കൂടുതൽ പുസ്തകം എഴുതിയത് ധന്യനായ പൗലോസ്, ഏതാണ്ട് 14 പരം ലേഖനം എഴുതി. 14 അല്ല എഴുതിയിരിക്കുന്നത്, അത് കൂടുതൽ എഴുതി. നമുക്ക് ചില ലേഖനങ്ങളെ കിട്ടിയിട്ടുള്ളൂ. കൊരിന്ത്യർക്ക് ചരിത്രം പറയുന്നത് കൊരിന്ത്യർക്ക് 4 ലേഖനം എഴുതിയെന്നാ, നമുക്ക് 2 കിട്ടിയിട്ടുള്ളൂ, 2 ഇല്ല. അപ്പൊ ഒരാൾ ചോദിച്ചാൽ 2 എന്ത് ചെയ്യുന്ന? അപ്പം നമ്മുടെ ഒരു ഉപദേശി പറഞ്ഞു, ഈ കിട്ടിയ 2 അനുസരിച്ച് നീ ജീവിക്കേ, എന്നെ ചൊല്ലിയോ പിന്നെ കാണാതെ പോയ 2നെ പറ്റി. അപ്പൊ അതുകൊണ്ട് പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകം എഴുതിയത് വേദപുസ്തകത്തിലും ധന്യനായ പൗലൂസാണ്. അത് കഴിഞ്ഞാൽ തൊട്ട് അടുത്ത് നിൽക്കുന്നയാളാണ് യോഹന്നാൻ അപ്പോസ്തലൻ. 5 പുസ്തകം എഴുതി. നമുക്കറിയാം, 1-ാമത്തെ പുസ്തകം സുവിശേഷ പുസ്തകം, യോഹന്നാൻ എഴുതിയ സുവിശേഷം. 3 ലേഖനങ്ങൾ, അത് 3 ഉപദേശമാണ്. ഒടുവിൽ ഭാവികാല വിഷയങ്ങൾ വെളിപ്പെടുത്തിയ വെളിപ്പാട് പുസ്തകം. ഒന്നുകൂടെ തെളിച്ചു പറയട്ടെ, ഈ പുസ്തകം എഴുതുവാൻ ഉദ്ദേശമുണ്ട്, ചുമ്മാ പുസ്തകം എഴുതിയതല്ല. യോഹന്നാന് പ്രായമായി, അന്ന് ഏതായാലും ചാകുന്നതിന് മുന്നേ 3-4 പുസ്തകം അങ്ങനെ എഴുതുന്ന ആൾക്കാരുണ്ട്. ഇന്നാളൊരാൾ പറഞ്ഞു, അപ്പച്ച പോകുന്നതിന് മുന്നേ 2 പുസ്തകം. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, ഞാനിപ്പോ പണിപ്പുരയിലാന്ന്. ഏതാ പുസ്തകത്തിന്റെ പണിപ്പുരയിൽ. അത് അപ്പച്ചൻ കണ്ണടയുന്നതിന് മുന്നേ 2 എഴുതാന്ന് ഓർത്ത് എഴുതി. യോഹന്നാൻ അങ്ങനെ എഴുതിയതല്ല. ഒരു ജോലി ഇല്ലാത്തപ്പോൾ പുസ്തകം എഴുതുന്ന ആൾക്കാരുണ്ട്. അടുത്ത കാലത്ത് ഒരാൾ 10-16 പുസ്തകം, ഇപ്പോഴല്ല കുറച്ച് നാൾ തന്നു. ഞാൻ ചോദിച്ചത് എപ്പോൾ എഴുതി? കോവിഡിന്റെ സമയത്ത് എഴുതിയതാ. വെളിയിലൊന്നും ഇറങ്ങാൻ മേലെ, ആരുമായിട്ട് സംസർഗമൊന്നും ഇല്ല, എന്നാ പിന്നെ വെറുതെ ഇരിക്കണ്ടെന്ന് ഓർത്ത് കുറച്ച്. അത് തെറ്റാന്നല്ല പറഞ്ഞ്, നമ്മളൊക്കെ അങ്ങനെ ആ പുസ്തകം എഴുതുന്നത്. വേറൊരാള് അമേരിക്കയിലെ ശുശ്രൂഷയ്ക്ക് പോയി. അപ്പോൾ സഭകളിലൊന്നും പോകാനോ ശുശ്രൂഷിക്കാനോ ഒത്തില്ല. അപ്പൊ പുള്ളി പറഞ്ഞു, വെറുതെ ഇരിക്കുകയായിരുന്നു 4-5 മാസം. അപ്പൊ അവിടെ ഈ ഗാരേജ് എന്നാന്നോ അച്ഛാ പറയാന്, വണ്ടിയൊക്കെ ഇടുന്നേ, അവിടെ പോയി അങ്ങ് ഇരുന്ന് അങ്ങ് എഴുതുകാരെന്ന് പറഞ്ഞു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് തെറ്റാണെന്നോ എഴുതിയത് മോശമാണെന്നല്ല, അങ്ങനെയാ പലരും പുസ്തകം എഴുതുന്നത്. എന്നാൽ യോഹന്നാൻ എന്ന പ്രായമായി, കണ്ണടയുന്നതിന് മുന്നേ 4-5 പുസ്തകം എഴുതാന്നോ, എന്നാൽ വെറുതെ ഇരിക്കുക ഇച്ചിരി പുസ്തകം എന്നെഴുതിയതല്ല. ഓരോ പുസ്തകം എഴുതിയതിന് പിമ്പിൽ ഉദ്ദേശമുണ്ട്. എന്താ സുവിശേഷ പുസ്തകം എഴുതാനുള്ളതിന്റെ കാരണം എന്താ? വായിച്ച് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം വായിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 20-30 പെട്ടെന്ന്.
ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ കണ്ടോ, ഞാൻ വിളിച്ചു വരുത്തിയതിന്റെ ഗുണം കണ്ടോ? അതിനായി വായിരും സഹോദരി വായിരും. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുകയും ചെയ്തു. പിന്നെ എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തുവെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ട. എന്നെ കേൾക്കുന്ന സകല ആൾക്കാരും ഇന്ന് രാത്രിയിലും വിശ്വസിക്കാൻ ആമേൻ ഓർപ്പിക്കുക. യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു എന്ന് സകല ആൾക്കാരും വിശ്വസിക്കണം. ഈ ഗ്രൗണ്ടിൽ വന്നിരിക്കുന്നവർ, ശബ്ദപരിധികൾ കേൾക്കുന്നവർ, ദൂരത്തിരുന്ന് അമേ ശ്രദ്ധിക്കുന്നവർ, ശ്രവിക്കുന്നവർ, സകല മാനവജാതിയും സകല മനുഷ്യവർഗവും വിശ്വസിക്കണം, കേൾക്കണം, അറിയണം. എന്ത്? യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു. പിന്നെ വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന്, അവിടുത്തെ നാമത്തിൽ നിങ്ങൾക്ക് നിത്യജീവൻ, ജീവൻ ഉണ്ടാകേണ്ടതിന് അപ്പൊ എഴുതിയിരിക്കുന്നത് എന്തിനാ? യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കുകയും ആ വിശ്വാസത്താൽ വിശ്വസിക്കുന്ന സകലർക്കും നിത്യജീവൻ ഉണ്ടാകണം. അതിനായി പുസ്തകം എഴുതിയത്. അപ്പൊ സുവിശേഷ പുസ്തകം എഴുതിയതിന്റെ ഉദ്ദേശം അതാ. ലേഖനം എഴുതിയത് എന്തിനാ? യോഹന്നാന്റെ 1-ാം ലേഖനം 2:1 വായിച്ചാട്ടെ. 1-ാം ലേഖനം 2:1. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. അപ്പൊ ലേഖനം എഴുതിയതിന്റെ മുൻപ് ഉദ്ദേശമുണ്ട്, ചുമ്മാ ഇരുന്ന് എഴുതിയതല്ല. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അതിനായി ഇത് എഴുതിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം എഴുതിയത് എന്തിനാ? 1:4. യോഹന്നാൻ ആസിയിലെ 7 സഭകൾക്കും എഴുതുന്നത്. അത് സഭയ്ക്ക് എഴുതുന്നതാ. യോഹന്നാൻ അപ്പോസ്തലൻ ആസിയയിലെ 7 സഭയ്ക്ക് സഭയ്ക്കാണ് എഴുതുന്നത്. ഞാൻ പിന്നീട് ആ ഭാഗത്തേക്ക് സമയം അനുസരിച്ച് വരാം. അപ്പോൾ ഓരോ പുസ്തകവും എഴുതിയതിന്റെ പിന്നിൽ ഉദ്ദേശമുണ്ട്, വെറുതെ എഴുതിയതല്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു ഉദ്ദേശം വേണ്ടേ? ഈ കൺവെൻഷന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. നമ്മൾ ഇന്ന് രാത്രി കൂടി വന്നതിന്റെ പിന്നിൽ ഉദ്ദേശമുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, യാതൊരു ലക്ഷ്യബോധമില്ലാതെ ഉദ്ദേശമില്ലാതെ ജീവിച്ചിട്ടും പോയിട്ടും കാര്യമില്ല. ഇന്ന് രാത്രിയിൽ ഒരു കാര്യം ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ. സുവിശേഷ പുസ്തകം എഴുതിയതിന്റെ ഉദ്ദേശം യേശു ക്രിസ്തു ദൈവമാണെന്ന് എല്ലാവരും വിശ്വസിക്കണം. മാത്രമല്ല, വിശ്വസിച്ച് ആ വിശ്വാസത്താൽ നിത്യജീവൻ ഉണ്ടാകണം. അതിനാ സുവിശേഷം. ഞാൻ ഈ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് 1-2 കാര്യം പറയണം. നമ്മൾ സുവിശേഷ യോഗമാണല്ലോ, അത് ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാണ്. അത് ഒന്നുകൂടെ ആവർത്തിക്കുക. അല്ല, ആവർത്തിക്കാല്ല, അത് പറയണമല്ലോ, അതാണല്ലോ പറയണ്ടേ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഈ ഞാൻ പറയുന്ന കാര്യമെല്ലാം അറിയാം. പിന്നെ നിങ്ങളിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ പറയുന്നതൊക്കെ ഒക്കുന്നുണ്ടോ തെറ്റുന്നുണ്ടോ നോക്കിയിരിക്കുക. അപ്പൊ എന്തെങ്കിലും അപാകത കൊണ്ട് യോഗം കഴിഞ്ഞ് നിങ്ങളത് പറയണം. കാരണം പറഞ്ഞു തരണം. കാരണം അടുത്ത സ്ഥലത്ത് ചെന്ന് ഞാൻ ഈ പൊട്ടത്തരം പറയരുത്. അപ്പോൾ എന്നേക്കാൾ ഞാനും അറിവുള്ളവരാ ഇരിക്കുന്നവരും കേൾക്കുന്നവരും. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിനാ ഞാൻ ഇനി ചില കാര്യം പറയുന്നത്. എന്താണ് സുവിശേഷം? എന്താണ് സുവിശേഷം? ഒറ്റവാക്കി പറയാം, സുവിശേഷം നസറായനാകുന്ന യേശു ക്രിസ്തു. വായിച്ചോ, തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. ഇതെല്ലാം അറിവുള്ളതാ. വായിപ്പിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയും, ചിലർക്ക് എന്നെ പറ്റി ഒരു ധാരണ, മുമ്പേ സൂചിപ്പിച്ചതുപോലെ അയാള് വിവരവും ബോധവും ഒന്നും ഉള്ളവനല്ല. അത് ശരിയാ. അടുത്തത്, അയാൾ വായി വരുന്നതെല്ലാം പറഞ്ഞു വെച്ച് പോകും. അപ്പൊ ഈ വായി വരുന്നത് എന്താ എന്ന് അതിനായി വായിപ്പിക്കുന്നത്. കാരണം വായി വരുന്നതെല്ലാം ഇതിനകത്തുള്ളതാണെന്ന് അറിയിക്കാനാ വായിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വായിച്ച് എന്താണ് സുവിശേഷം? തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2:8. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്ന സുവിശേഷം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്താണ് സുവിശേഷം? ഈ ധോണി സ്ഥലത്ത് അല്ലെങ്കിൽ ഈ ദേശത്ത് ഇന്ന് രാത്രി വീണ്ടും അറിയിക്കുക, സുവിശേഷം എന്താ? സുവിശേഷം മതം മാറ്റുന്നതല്ല. ഇവിടെ ആരെയും മതം മാറ്റുന്നില്ല, മതം മാറുകയും ചെയ്യണ്ട. സുവിശേഷം സഭ മാറ്റുന്ന മാർഗമല്ല. സുവിശേഷം സംഘടന മാറുന്നതല്ല. സുവിശേഷം നാട്ടുകാരുടെ സ്വൈര്യം കെടുത്തുന്നതല്ല. പണ്ട് കാലത്തൊക്കെ നമ്മളെ പറ്റിയാ പറയുന്നത്, നാട്ടുകാരുടെ സ്വൈര്യം കെടുത്തുക. ഇപ്പൊ അങ്ങനെ ഒരു സംഭവം 9 ആകുമ്പോൾ നമ്മൾ നിർത്തുക. ഇന്നിപ്പോ 9 എന്ന് വേവിച്ചായും പറഞ്ഞു. അങ്ങേയറ്റം പോയാൽ 9:45. ഇന്നല്ല സാധാരണ.
മിക്കടുത്ത് 9. കാരണം 8:45 നമ്മുടെ പാസ്റ്റർമാർ ബൈബിളിനെ സിപ്പിട്ട് കാണിക്കും. ആരുടെയും സ്വൈര്യം കെടുത്തുന്നില്ല. അവര് ഇരിക്കുന്നതും വളരെ ശാന്തമായിട്ട് ഒരനക്കവും ഇല്ല. വന്നിരിക്കുന്ന ജനവും ഞാനും വന്നപ്പം മുതൽ നോക്കി എന്ത് ശാന്തമായിട്ടായിരിക്കുന്നേ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പണ്ടൊക്കെ ഞാൻ നമ്മളെ പറ്റി അങ്ങനെ തെറ്റിദ്ധാരണ സ്വൈര്യം കെടുത്തുക. ഇപ്പൊ അങ്ങനെ ഇല്ല. പണ്ട് കാലത്ത് ഈ പാലക്കാട്ടെ രീതി എനിക്കറിയത്തില്ല. അവിടെ കുമ്പനാട്, റാന്നി, കോന്നി, പത്തനംതിട്ട, കോട്ടയം സ്ഥലത്തൊക്കെ പെന്തിക്കോസുകാർക്ക് സ്ഥലമൊന്നും കൊടുക്കുകയില്ലായിരുന്നു. 10 സെന്റ് മേടിക്കാൻ ചെന്നാൽ തരികയില്ല. അതിനെ വെച്ചപ്പോൾ നാട്ടുകാർ പറയും നിങ്ങൾ സന്ധ്യയാകുമ്പോൾ കിടന്ന് അലയ്ക്കുമെന്ന്. ചുമ്മാ അയ്യോ പത്തോ ഓടി വായോ തിത്തിത്താര തിത്തിത്ത അവര് പറയുന്നതാ. കിടന്നങ്ങ് അലപ്പാ. അതുകൊണ്ട് നമുക്ക് തരികയില്ല. ഇപ്പം 10, 45, 50 കൊല്ലമായപ്പോൾ നമ്മളെ വിളിച്ച് ഇങ്ങോട്ട് തരിക. ഉപയോഗിച്ചയച്ചിലെ വസ്തു ഉണ്ട്, മേടിക്കും. മോനോട് പറഞ്ഞേച്ച് മേടിക്കും. അല്ലെങ്കിൽ ഇന്ന ആളിന് തോസൂട്ടി പാസ്റ്റേ മേടിക്കും ഇച്ചിരി വസ്തു. അല്ലെ എന്നോട് ആണെങ്കിലും പറയും, ഇവരോടൊക്കെ പറയും നമ്മളെ വിളിച്ച് തരിക. നമ്മൾ പറയും ഞങ്ങൾ ബെന്തിക്കോസുകാരാ, അതുകൊണ്ടല്ലയോ തരുന്നത്. അതെന്നാന്ന് ചോദിച്ചാൽ അവർക്ക് മനസ്സിലായി പഴയതുപോലെ ഇപ്പം അയ്യോ പത്തോ ഒന്നും ഇതുങ്ങൾ വെക്കുകയില്ല. മൂലിക്കാളെ ഏട്ടക്കൂരിയൊക്കെ തിന്നേച്ച് എവിടെയെങ്കിലും മാണ്ട് കിടക്കുക. സന്ധ്യയാകുമ്പോൾ പാട്ടും പ്രാർത്ഥനയൊന്നുമില്ല. നിങ്ങൾ മിക്ക വീട്ടിലും ചെന്നേ വല്യപ്പനൊരു മൊബൈലായിട്ട് തിണ്ണയുടെ അങ്ങേയറ്റത്ത്, തള്ള ഒരു മൊബൈലുമായിട്ട് അപ്പറേ, പെങ്കൊച്ച് ടെറസിന്റെ മണ്ടയില്, ചെറുക്കനാന്നേ റോഡ് നിൽക്കുക. എന്തുകൊണ്ട് പറഞ്ഞാട് ഞാനൊരുത്തണ്ട് നിന്നെ പാമ്പ് കടിക്കുമെന്ന് പറഞ്ഞ് ഇരുട്ടത്ത് പോയി നിൽക്കുക. സന്ധ്യയാകുമ്പോൾ കുടുംബ പ്രാർത്ഥനയൊന്നുമില്ല. പണ്ടങ്ങനല്ല, ഇതൊന്നും ഇല്ലാഞ്ഞത് കൊണ്ട് സന്ധ്യയാകുമ്പോൾ എല്ലാവരുടെ പാട്ട് പാടി ആത്മാവിലാകും തമ്പൂറുമൊക്കെ അടിച്ച് എന്തോ നൃത്തം ചെയ്ത ദൈവത്തിൽ. ഇപ്പം അതൊന്നുമില്ല. അപ്പൊ അവർക്ക് മനസ്സിലായി നിങ്ങൾ ഇപ്പൊ പഴയതുപോലെ ഒന്നുമില്ല. കയ്യടിയോ പാട്ടോ പ്രാർത്ഥനയോ ഒന്നുമില്ല. പിന്നെ രാവിലെ ഷൂ 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 ഷീ 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 അടുക്കളയിലോട്ട് പോകുന്ന കാണാം അമ്മാമ്മ പ്രാർത്ഥനയ്ക്ക് സ്തോത്രം പറയുന്നതാ. അച്ചായനും അവിടെ ഇരുന്ന് ഈ ചുണ്ടലി അനക്കുന്നത് പോലെ അതൊക്കെ തീർന്നു. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഇപ്പൊ പിടികിട്ടി നിങ്ങൾ പഴയതുപോലെ അലപ്പും ബഹളവും ഒന്നും സഭയെ വന്നാലും ഇല്ലല്ലോ. മിക്കതും ഇരുന്ന് ഉറങ്ങുകയല്ലയോ. അതെ, ഒരു വലിയ സഭയെ ഞാൻ ചെന്നപ്പോൾ മിക്കതും ഉറങ്ങും. ഞാൻ പറഞ്ഞു എഴുന്നേക്ക് ഇച്ചിരി കാര്യം പറഞ്ഞു വെച്ച് ഞാൻ പോകാം, പിന്നെ ഞാൻ ഉറങ്ങാൻ പറഞ്ഞു. ഇരുന്ന് ഉറങ്ങുക. ഒരു കാര്യം ഇന്ന് രാത്രി പറയാം, സുവിശേഷം മതം മാറ്റുകയല്ല. ഇവിടെ ചില ആൾക്കാരൊക്കെ ചിന്തിക്കാറുണ്ട്, പറയാറുമുണ്ട്. ചിലരങ്ങനെ പറയും ഇവര് മതം മാറ്റുന്നവരാ. നല്ല മതം മാറ്റമല്ല, സുവിശേഷം അറിയിക്കുക. സുവിശേഷം മതം മാറ്റുകയല്ല, സഭ മാറ്റുകയല്ല, സംഘടന മാറുകയല്ല, നാട്ടുകാരുടെ സ്വൈര്യം കെടുത്തുകയല്ല. അല്ല, ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ ഈ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ഹാനി വരുത്തുകയല്ല. നമ്മളൊക്കെ യാത്ര ചെയ്യല്ലേ, റോഡിലൊക്കെ നമുക്ക് തടസ്സമായിട്ടാണ് നിൽക്കുന്നത്. നിങ്ങളൊക്കെ എന്നേക്കാൾ കൂടുതൽ യാത്ര ചെയ്യുന്നവർ കാണും. വാഹനം ഓടിച്ചു പോകുമ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്ത് എന്തെല്ലാം കാര്യങ്ങളാ കാട്ടിക്കൂട്ടുന്നത്. എല്ലാം ഒന്നും പൊതുവിൽ ഇപ്പൊ പറയാനൊക്കത്തില്ല. അധികാരികളും പലതിനെ അനുകൂലിച്ച് അവര് നമ്മളെയും കൂടെ പേടിപ്പിച്ചേ പോകാൻ. അതിനെ അവിടെ ഇപ്പൊ ഒക്കത്തില്ല. എന്നാന്ന് ഇപ്പൊ പൊതുവിലൊന്നും പറയണ്ട, നിങ്ങൾക്കറിയാമല്ലോ. ആർക്കും പ്രശ്നവുമില്ല. മാത്രമാണോ നമ്മള് അധികാരികളോട് സാങ്ഷൻ മേടിക്കാൻ ചെന്നാൽ ചോദിക്കും 9 ആകുമ്പം നിർത്തണം. പിന്നെ ചിലർ പറയും സാറേ അല്പസമയം കൂടെ. പക്ഷേ മറ്റു ചിലരെ ശ്രദ്ധിച്ചേ, പാതിരാത്രിക്കും ഓരോ പോസ്റ്റേലും വെച്ചിട്ടുണ്ട്. ഓരോ പോസ്റ്റേലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ മിണ്ടുകയല്ലെന്ന് എനിക്കറിയാം. ഞാൻ കള്ളവൊന്നുമല്ല പറഞ്ഞത്. ഓരോ പോസ്റ്റേലും ചെറിയ ചെറിയ ബോക്സ് വെച്ചിരിക്കുക. രാത്രിയിലൊക്കെ ഞങ്ങൾ പോകുമ്പോൾ 2-3 കിലോമീറ്റർ പോയാലും ഇത് കേൾക്കാം. ആർക്കും പ്രശ്നവുമില്ല, ആർക്കും എതിരുമില്ല. 2 നിയമങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്തോത്രം. ആട്ടെ, നമ്മളിപ്പോ അത് ഞാൻ പറയാം. എന്നാന്ന് ഞാൻ പിന്നീട് പറയാം കാര്യം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ധാരാളം ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ ഇതിനൊന്നും യോജിക്കുന്ന ആൾക്കാരല്ല. മറ്റുള്ളവരുടെ സ്വൈര്യം കെടുത്തുന്നില്ല, സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ദോഷം വരുത്തുന്നില്ല. മതം മാറ്റമല്ല, സഭ മാറ്റുകയല്ല, സംഘടന മാറ്റുകയല്ല. പിന്നെന്താ സുവിശേഷം? സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, നസറായനാകുന്ന യേശു ക്രിസ്തു. ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ എന്താ സുവിശേഷം? വായിച്ച് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ഒരല്പവും കൂടെ വിശദീകരണം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം, ശ്രദ്ധിക്കണേ, യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ശ്രദ്ധിക്കണേ,
എന്താണ് സുവിശേഷം? സുവിശേഷം യേശു ക്രിസ്തു. അതിനൊരു അല്പം കൂടെ വിശദീകരണം പൗലോസ് പറയുക, യേശു ക്രിസ്തു തിരുവെടുത്ത് പറഞ്ഞതുപോലെ മരിച്ച് അടക്കപ്പെട്ട് തിരുവെടുത്ത് പറഞ്ഞതുപോലെ 3-ാം ദിവസം ഉയർത്തു. ഞാന് അല്പം കൂടെ കേറ്റി പറയുക, എന്താണ് സുവിശേഷം? സുവിശേഷം യേശു ക്രിസ്തു തിരുവെടുത്ത് പറഞ്ഞതുപോലെ ജനിച്ച് തിരുവെടുത്ത് പറഞ്ഞതുപോലെ മരിച്ചു, തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുത്തെ അടക്കി, തീർന്നില്ല, തിരുവെടുത്ത് പറഞ്ഞതുപോലെ 3-ാം ദിവസം ഉയർത്തു. അതാ സുവിശേഷം. ഒന്നുകൂടെ പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തുവിന്റെ മരണം, യേശുക്രിസ്തുവിന്റെ ഉയർപ്പ്, അതാ സുവിശേഷം. സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നമുക്കറിയാം, നല്ല വർത്തമാനം എന്ന, സദ്വർത്തമാനം, നല്ല വാർത്ത. ഇതാണ് നല്ല വാർത്ത. മറ്റു വാർത്തകളൊന്നും നല്ല വാർത്തയല്ല. നമ്മൾ ഈ കേൾക്കുന്നതെല്ലാം നല്ല വാർത്തയാണോ? അല്ല, ഒന്നും നല്ല വാർത്തകളല്ല. ഇന്നലെയും ഒരു പ്രധാനപ്പെട്ട ആളാണല്ലോ നമ്മൾ പത്രത്തിൽ വായിച്ചതാണ്, സ്വയമായിട്ട് ആത്മഹത്യ ചെയ്തു. അതിന്റെ തെളിവുകളും മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മളിപ്പോൾ അതിനെപ്പറ്റി അഭിപ്രായമൊന്നും പറയണ്ട. പക്ഷേ വലിയ ബിസിനസ്സുകാരന് മരിച്ചു, നല്ല വാർത്തയല്ല. അതുപോലെ തന്നെ കേൾക്കുന്ന വാർത്തകളെല്ലാം നമുക്ക് മനോഭീതി ഉണ്ടാക്കുന്ന, ചിത്തഭ്രമങ്ങൾ വരുത്തുന്ന, ഭീതി ഉളവാക്കുന്ന വാർത്തയാണ്. എന്നാൽ ഇങ്ങനെയുള്ള വാർത്തകളുടെ നടുവിൽ നല്ല വാർത്ത ഒന്നേ ഉള്ളൂ, അത് സുവിശേഷമാണ്. ആർക്കും കേൾക്കാം, എവിടെയും പറയാം, ആരോടും പറയാം. കാരണം എന്താ? ഈ വാർത്ത നല്ല വാർത്തയാ, സുവിശേഷം, സദ്വർത്തമാനം, ഗുഡ് ന്യൂസ്, നല്ല വാർത്ത. മറ്റു വാർത്തകളൊന്നും അത്ര നല്ല വാർത്തയല്ല. ഞാൻ എപ്പോഴും പറയും, മറ്റു വാർത്തകളെല്ലാം നമ്മുടെ ചെവിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുക. ഈ നളചരിതത്തിലെ ഉണ്ണായി വാര്യര് ഒരു വരി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ചലതളി ജങ്കാരം ചെവികളിൽ അങ്കാരം, കോകില കൂജിതങ്ങൾ കൊടിയ കർണശൂലങ്ങൾ കുസുമ സൗരഭം നാസ ഗുഗര സരസൈരിപം അതിദുഃഖ കാരണം ഇന്ന് ആരാമ സഞ്ചാരണമെന്ന. നിങ്ങൾക്ക് പുറകിലിരിക്കുന്നവർക്ക് ഞാൻ പറയുന്നത് തിരിയുന്നുണ്ടോ? ഇല്ല, അത് മതി, തിരിഞ്ഞാ മതി. നിപ്പൊക്കെ കണ്ടിട്ട് ഒന്നും തിരിയാത്തത് പോലെ. അപ്പൊ ശ്രദ്ധിച്ചേ മോനെ, ഇച്ചിരൂടെ എനിക്ക് ശബ്ദം കൂട്ടി തരണേ. ഇത് കൂടെ കൂടെ കുറഞ്ഞു പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു. കുഞ്ഞാച്ചാന് തോന്നുന്നുണ്ടോ? കുഞ്ഞാച്ചാനും തോന്നുന്നു. ചെറുക്കൻ മിക്കാറും എന്നെ പ്രാകുകയും ഒക്കെ ചെയ്യും. അപ്പൊ ശ്രദ്ധിച്ചേ, ചലതളി ജങ്കാരം ചെവികളിൽ അങ്കാരം, കോകില കൂജിതങ്ങൾ കൊടിയ കർണശൂലങ്ങൾ എന്ന ഈ ശബ്ദമെല്ലാം കൂടെ കേട്ടിട്ട് ചെവിക്കകത്ത് ശൂലം കൊണ്ട് കുത്തി തുളയ്ക്കുന്നത് പോലെ ഉണ്ണായി വാര്യര് പറഞ്ഞതാ. എന്ന് പറഞ്ഞതുപോലെ ഇവിടുത്തെ വാർത്തകൾ മുഴുവൻ നമ്മുടെ ചെവിക്കകത്ത് ശൂലം കൊണ്ട് തുളയ്ക്കുന്നത് പോലെ വേദനപ്പെടുത്തുന്ന, സ്വൈര്യം കെടുത്തുന്ന, അസ്വസ്ഥതപ്പെടുത്തുന്ന വാർത്തകളാകുമ്പോൾ ഇതിന്റെ നടുവിൽ നമ്മുടെ ചെവിക്ക് സുഖം തരുന്ന, അല്ലെ കർണാനന്ദം തരുന്ന ഒരേ ഒരു വാർത്ത, അത് സത്യ സുവിശേഷമാണ്. ഈ വാർത്ത കേട്ടാൽ ആശ്വാസമാണ്, ഈ വാർത്ത കേട്ടാൽ സമാധാനമാണ്, ഈ വാർത്ത കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രോഗശാന്തി ഉണ്ടാകും. ഈ വാർത്ത കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഭവനത്തിലും വ്യക്തികൾക്കും ആശ്വാസവും വിടുതലുമാണ്. നല്ല വാർത്തയാ സുവിശേഷം. അപ്പൊ യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തുവിന്റെ മരണം, യേശുക്രിസ്തുവിന്റെ ഉയർപ്പ്, അതാ സുവിശേഷം. നല്ല വാർത്ത. എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല, അടുത്ത ഭാഗത്തേക്ക് വരേണ്ടത് കൊണ്ടാണ്. മാത്രമല്ല, എന്താ ഈ സുവിശേഷത്തിന്റെ വിശേഷത? സുവിശേഷത്തിന് ഒത്തിരി വിശേഷതയുണ്ട്. ഒരു 3 വിശേഷത, 3 വാക്യം വായിക്കണം. ഒത്തിരി ഉണ്ട് വിശേഷത, ഇപ്പോൾ ഒരു 3 മതി. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യവും എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14-ഉം 15-ഉം തിമോഥെയോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യവും. വേറെ ഒത്തിരി പറയാനുണ്ട്, ഇപ്പൊ ഇത് 3 വായിച്ചാൽ മതി. റോമർ 1:16. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, സുവിശേഷത്തിന് ഒത്തിരി വിശേഷതയുണ്ട്. അതിൽ ഒരു വിശേഷത ഇപ്പോൾ വായിച്ചത്. സുവിശേഷത്തിന്റെ വിശേഷത ഇത് രക്ഷിക്കുന്ന മാർഗമാ.
രക്ഷയ്ക്കായി ദൈവശക്തി ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, എന്നെയും നിങ്ങളെയും രക്ഷിപ്പാൻ, അല്ല സകല മനുഷ്യരെയും രക്ഷിപ്പാൻ കഴിവുള്ള ഒരേ ഒരു മാർഗം, അത് സുവിശേഷമാണ്. ഇത് രക്ഷിക്കുന്ന മാർഗമാണ്, കൊല്ലുന്ന മാർഗമല്ല, നശിപ്പിക്കുന്ന മാർഗമല്ല. അവന്റെ പടലി എടുത്തുകൊണ്ട് വാ, ഞാൻ നിന്നിൽ പ്രസാദിക്കും, അങ്ങനത്തെ മാർഗമല്ല. അവനെ അവന്റെ കുടുംബത്തെ മുടിച്ചു കളഞ്ഞേച്ചു വാ, ഞാൻ നിന്നെ ആദരിക്കാം, അങ്ങനത്തെ മാർഗമല്ല ഇത്. അവരനെ നിർമൂലമാക്കാൻ പ്രേരിപ്പിക്കുന്ന മാർഗമല്ല സുവിശേഷം. ഇത്ര പേരെ കൊന്നേച്ച് വന്നാൽ നിനക്ക് സ്വർഗത്തിൽ പ്രത്യേക സ്ഥലം തരാന്ന് പറയുന്ന മാർഗമല്ല സുവിശേഷം. സ്തോത്രം. ഇത്ര പേരെ കശാപ്പ് ചെയ്തേച്ചു വാ, കത്തിയായിട്ട് വാ, കത്തി വെച്ച് പൂജിക്കും, കാരണം ഇത്ര പേരെ തട്ടിയ കത്തി നിന്നെ ഞങ്ങള് സ്തുതിക്കുന്നെന്ന് പറയുന്ന മാർഗമല്ല സുവിശേഷം. മറ്റുള്ളവന്റെ പെടലി എടുത്തോണ്ട് വാ, കൊയ്തോണ്ട് വാ എന്ന് പറയുന്ന മാർഗമല്ല സുവിശേഷം. സുവിശേഷത്തിന്റെ ഒരു വിശേഷത ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. അതിനൊരു തെളിവൂടെ നമുക്ക് തറയാ. ഇത് നശിപ്പിക്കുന്ന മാർഗമല്ല, വേദനിപ്പിക്കുന്നവന്റെ വേദനയ്ക്ക് പരിഹാരം വരുത്തുന്ന മാർഗമാണ്. യേശുവിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോകുവാൻ ഗെത്സമനെ തോട്ടത്തിൽ എത്തിയപ്പോൾ വാളും വടിയും തീവട്ടിയും പന്തങ്ങളുമായി പലരും കയറി വന്നപ്പോൾ യേശു ക്രിസ്തുവിനെ പിടിക്കുവാൻ വന്നപ്പോൾ മഹാപുരോഹിതന്റെ ദാസനെ ശിഷ്യന്മാരിൽ ഒരുത്തൻ വെട്ടി അവന്റെ കാത് അറുത്ത് താഴെ വീണു. അവൻ വേദന കൊണ്ട് പൊളയുക. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ഉപദേശം ഇതാ, വാളുറയിലിടാൻ പറഞ്ഞു. വാളുറയിലിട്. എന്നിട്ട് ആ വേദനപ്പെട്ട് പൊളയുന്നവന്റെ ചെവിയെടുത്ത് അവിടെ വെച്ച് അവന് ആശ്വാസം കൊടുത്ത മാർഗം ആ സുവിശേഷം. ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ, യേശു ക്രിസ്തു വേദനപ്പെട്ട് നിൽക്കുക. കാരണം ഗെത്സമനയിലെ പ്രാർത്ഥനയെ പറ്റി നമ്മൾ വായിക്കുന്നത്, വിയർപ്പ് ചോരത്തുള്ളിയായി നിലത്ത് വീണു, പ്രാണവേദനയിലായി. അപ്പോൾ പ്രാണവേദനയിൽ ആ ക്രിസ്തു നിൽക്കുന്നെങ്കിലും തന്നെ പിടിക്കുവാൻ വന്ന ശത്രുവിന്റെ വേദനയ്ക്ക് പരിഹാരം വരുത്തിയവൻ ആ ക്രിസ്തു. അതാ സുവിശേഷം. അപ്പോൾ മറ്റുള്ളവനെ വകവരുത്തുവാനും നശിപ്പിച്ചു കളയുവാനും പ്രേരണ കൊടുത്ത് ആൾക്കാരെ ഇളക്കി വിടുന്ന മാർഗമല്ല സുവിശേഷം. സുവിശേഷം രക്ഷിക്കുന്ന മാർഗമാണ്. അങ്ങനെ രക്ഷപ്പെടാൻ 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട, അര മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കളൊന്നും കൊണ്ട് കൊടുക്കുകയും വേണ്ട. യേശുവെ ഇത് 2 പൂവൻ കോഴി എടുത്തോണ്ട് എന്നെ ഒന്ന് രക്ഷിക്കണം. യേശുവിന് കോഴി വേണ്ട. യേശുവെ ഒരു പെണ്ണാടും കുഞ്ഞാടും ഉണ്ട്, എടുത്തേച്ച് എന്നെ ഒന്ന് രക്ഷിക്കണം, വേണ്ട. യേശുവെ ഇത് ഒരു പറ നെല്ലും അതിനടുത്ത സാധനങ്ങളായി എടുത്തോണ്ട് എന്നെ ഒന്ന് രക്ഷിക്കണം, വേണ്ട. പുസ്തകത്തിലെ വാക്യം കർത്താവിന് വിശന്നാ നിന്നോട് ചോദിക്കുവോ? ചോദിക്കത്തില്ല. ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ല. നമ്മുടെ ഭൗതിക വസ്തുക്കളൊന്നും സ്വീകരിക്കാനിരിക്കുന്ന ആളല്ല. കാരണം ഇത് മുഴുവൻ ദൈവത്തിൻ്റെതാ. ഉണ്ടാകട്ടെന്ന വാക്കിൽ സകലത് ഉളവാക്കിയവനാ ദൈവം. ഒന്നുണ്ടൻ വാക്ക് മൂലമെന്ന് വനവിധവിൽ വർണ്ണ ജ്യോതിർഗണങ്ങൾ നിന്നു, ആകാശത്തവ ഭിന്നബെന്ന മുഖബ തന്നു, പൂജനകേജന പക്ഷികളൊക്കെയുമായി തന്നെയും അല്ലാത്തോയ ജനങ്ങളും പൊഴുതയുടനായി നേരെ മറിച്ച് നായകനേകിയൊരല്ലകളിൽ നിലയായി തന്നെയും അല്ലാ തൃണങ്ങൾ പല വൃക്ഷങ്ങൾ ഗണങ്ങൾ വിട്ടുണ്ടാകും മറ്റീനങ്ങൾ ഭൂമിയിൽ നിന്ന് വിളങ്ങിച്ചാൻ അവനെന്ന് വെള്ളങ്ങളിൽ മീതിൽ വസിച്ച പരമേശ്വരൻ വെള്ളങ്ങളിൽ മീതിൽ വസിച്ച. അപ്പൊ ശ്രദ്ധിക്കുക, ഈ കാണുന്ന സകല ജരാചരങ്ങളെ അണ്ടകടാകത്തെയും ബ്രഹ്മാണ്ട കോടിനാടത്തെ നിർമ്മിച്ചവൻ ആ ദൈവം. ആ ദൈവത്തിന് വിശന്നാൽ നമ്മളോട് പറയത്തില്ല. അതുകൊണ്ട് നമ്മുടെ ഭൗതിക വസ്തുക്കളെല്ലാം കൂടി ഇങ്ങനെ സ്വീകരിക്കാനിരിക്കുന്ന ഒരാളാന്ന് ചിന്തിക്കരുത്. അരി കൊണ്ട് കൊടുത്തു, തുണി കൊണ്ട് കൊടുത്തു, മണി കൊണ്ട് കൊടുത്തു, ഗിണി കൊണ്ട് കൊടുത്തു, ഇതെല്ലാം പുള്ളി മേടിക്കാൻ ഇങ്ങനെ കൊണ്ടുപോവാ. ദൈവത്തിന് ഇതൊന്നും വേണ്ട. ദൈവത്തിന് നിന്നെ മതി. നിന്റെ 5 പൈസ വേണ്ട, 1/2 സെന്റ് ഭൂമി വേണ്ട, ഭൗതിക വസ്തുക്കളൊന്നും വേണ്ട, യാതൊരു കാര്യവും ദൈവത്തിന് ആവശ്യമില്ല. ഇതുമായിട്ട് അങ്ങോട്ട് ചെല്ലുകയും വേണ്ട. ഒരു വാക്യം വായിച്ച് മീഖാ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, അറിവുള്ള വാക്യമെങ്കിലും വായിച്ചു. മീഖാ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യവും സഭാപ്രസംഗികളുടെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം ചെറിയ കണ്ണിക്ക്. ഒത്തിരി വാക്യമുണ്ട്, ഇപ്പൊ ഇത്രയും വായിച്ചാൽ മതി. അരി എല്ലാം എന്തോന്ന് ഞെക്കണ്ടല്ലോ. മീഖാ 6:6. എന്തോന്നും കൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിന് മുമ്പാകെ കുമ്പിടേണ്ടു. ചോദ്യമാ, ഞാൻ എന്തുമായിട്ടാ അങ്ങോട്ട് ചെല്ലുന്നത്? അവിടെ ചെന്ന് കുമ്പിടുന്ന വണങ്ങുന്നേ. വായിച്ചേ. ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാങ്ങളോടും കൂടി
അവന്റെ സന്നിധിയിൽ ചെല്ലണമോ? അങ്ങോട്ട് ചെല്ലണോ? ഹോമയാഗത്തിന് കാളയും ആടുമൊക്കെ ആവശ്യമാണ്. അപ്പൊ ആടോ മാടോ ആയിട്ട് അങ്ങോട്ട് ചെല്ലണോ എന്നായി ചോദിച്ചതിന്റെ അർത്ഥം അയ്യന്നാ, അയ്യോടാ നീ ഒരു പെണ്ണാടിനെ ഒരു വെട്ടുവാനം വന്ന പശുക്കിടാവിനെയൊക്കെ അല്ലെങ്കിൽ കാളക്കിടാവിനെയും കൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ദൈവത്തിന് ഇത് ആവശ്യമില്ല. അതെന്നാ ഉണ്ടാകട്ടെന്ന് പറഞ്ഞ 1000 ആട്ടുകൊറ്റനും കാളക്കിടാക്കളെ നിർമ്മിച്ചവനാ ദൈവം. ദൈവത്തിന് ഇത് വല്ലതും ആവശ്യമാണോ? പിന്നെ 1000 ആട്ടുകൊറ്റനിലും 10,000 ആട്ടുകൊറ്റനിലും 10,000 തൈല നദി ദൈവം തൈല നദി ഒഴുക്കിക്കൊണ്ടിരിക്കുക. ഇതിനടിയിൽ കൂടെ എല്ലാം എണ്ണയാ, ഭൂമിക്കടിയിലേ. അറബ് ദേശത്തൊക്കെ ചെന്നാൽ ഇപ്പോഴും ചില രാജ്യക്കാര് പറയുന്നത് 100 കൊല്ലം ഇനിയും കിട്ടാനുള്ള എണ്ണയുണ്ടെന്ന്. 100 കൊല്ലം. അതുകൊണ്ടാ ചിലർക്ക് ഭയങ്കര അഹങ്കാരവും. എണ്ണ കിടക്കുകയല്ലേ. അല്ല, എണ്ണ സ്ഥലത്ത് ജോലി ചെയ്ത നമ്മുടെ ചില ആൾക്കാർക്കും ഇപ്പം അഹങ്കാരം. എണ്ണയില്ലെന്നേ ഉള്ളൂ, പക്ഷെ അഹങ്കാരത്തിന് ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഇങ്ങനെ തൈല നദി ഒഴുക്കിക്കൊണ്ടിരിക്കുക ആ ദൈവം. ആ ദൈവത്തിന് നമ്മുടെ ചില പിണ്ണതൈലമോ ഒന്നും ബലാകുളിച്ചാതി ഒന്നും ദൈവത്തിന് വേണ്ടെന്നായി പറഞ്ഞത്. വായിരുമോളെ, എന്റെ അതിക്രമത്തിന് വേണ്ടി ഞാൻ എന്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിനു വേണ്ടി എന്റെ ഉദരഫലത്തെയും കൊടുക്കണമോ എന്ന് പറഞ്ഞാൽ മനുഷ്യക്കുരുതി വേണ്ടെന്നായി പറഞ്ഞത്. നരബലി ദൈവം പ്രസാദിക്കാൻ ആമേൻ കുഞ്ഞുങ്ങളെ കൊല്ലരുത്. ദൈവം പ്രസാദിക്കാൻ മൃഗങ്ങളെയും കൊല്ലണ്ട. ദൈവം പ്രസാദിക്കുവാൻ നിന്റെ ഉദരബലത്തെയും നശിപ്പിക്കണ്ട. അങ്ങനൊക്കെ ആലോചന പറഞ്ഞു തരുന്ന ആൾക്കാർ കാണും. ഒരു കൊച്ചിനെ കണ്ടിച്ചാ മതി, പ്രസാദമുണ്ടാകും, നിധി കിട്ടും. പിന്നെ നിധി കിട്ടും. ആണ്ട് ഒരുത്തിക്ക് നിധി കിട്ടി കിടക്കുന്നു. എലന്തൂര പേരും ശൈലമ്മയോ എന്നാന്നോ, ശൈലയോ ലൈല. കൂടെ ഒരാളുണ്ടെന്ന് സിംഗ്. നിധി കെട്ടി കിടക്കുക. മനുഷ്യനെ ഉപദ്രവിക്കരുത്, കൊല്ലരുത്. നരബലിയിൽ ദൈവം പ്രസാദിക്കുന്നവനല്ല. മറ്റുള്ളവനെ തകർത്തേച്ച് ദൈവം പ്രസാദിക്കുന്നവനല്ല. അല്ല, കേട്ടി പറയാം, ഉദരത്തിൽ ഉരുവാകുന്ന കുഞ്ഞിനെയും നശിപ്പിക്കരുത്. ഭ്രൂണഹത്യ അതും പാപമാണ്. ചിലപ്പോൾ ചില ഡോക്ടേഴ്സ് ഒക്കെ പറയും നമുക്കിത് വേണ്ട. അല്ലല്ല, നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സ്തോത്രം. ദൈവം മക്കളെ അകവാതിരുന്ന അവകാശവും ഉദരബലം ദൈവം തരുന്ന പ്രതിഫലമാണ്. നിന്റെ ഉദരത്തിൽ ഉരുവായ കുഞ്ഞിനെ ഊനം കൂടാതെ തരുവാൻ കഴിവുള്ളവനാ ഞാനും നീയും സേവിക്കുന്ന ദൈവം. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നശിപ്പിക്കരുത്, കുഞ്ഞുങ്ങളെ നരബലി കേൾപ്പിക്കരുത്. ആമേൻ. ആർക്കും ദോഷം വരുത്തരുത്. ഇതൊന്നും ദൈവം പ്രസാദിക്കുന്ന കേസല്ലെന്ന്. മറ്റുള്ളവനെ നശിപ്പിച്ചതിന് ശേഷം നിന്നെ രക്ഷപ്പെടുത്തുന്നവനല്ല ദൈവം. ചില ആൾക്കാർ പറയാറുണ്ട്, അയ്യോ അവര് ചത്തത് കൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടെന്ന്. അത് ദൈവം രക്ഷിക്കുന്നതല്ല. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്നാ ദൈവത്തിന്റെ ഇഷ്ടം. പുസ്തകത്തിലെ വാക്യം, ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം. ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യനും രക്ഷപ്പെടണം. ഒരു കുഞ്ഞുങ്ങൾ പോലും നശിച്ചു പോകരുത്. ആ നശിച്ചു പോകാതിരിക്കാനാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മെ രക്ഷിച്ചത്. ദൈവത്തിന്റെ മഹത്വം. അവിടെ ഞാൻ അധികം വിവരിക്കുന്നില്ല. അപ്പോൾ സുവിശേഷത്തിന്റെ വിശേഷത ഒന്ന്, ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. രക്ഷിക്കുന്ന മാർഗം. 2, സുവിശേഷത്തിന്റെ വിശേഷത. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14-15. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരിപ്പാക്കിയും. അപ്പൊ ശ്രദ്ധിച്ചേ, സുവിശേഷത്തിന്റെ വിശേഷത മറന്നു പോകരുത്. എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. അല്പം കൂടെ വിശദീകരിച്ചതാ പറഞ്ഞത്. യേശു ക്രിസ്തുവിന്റെ ജനനം, യേശു ക്രിസ്തുവിന്റെ മരണം, യേശു ക്രിസ്തുവിന്റെ അടക്കം, യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ്. അതാണ് സുവിശേഷം. 2, എന്താ സുവിശേഷത്തിന്റെ വിശേഷത? 1, ഇത് രക്ഷിക്കുന്ന മാർഗമാ. 5 പൈസ കൊടുക്കണ്ട, അരക്കാശ് കൊടുക്കണ്ട, ഹൃദയം കർത്താവിന് കൊടുത്താൽ മതി. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, യേശുവേ ഞാനൊരു പാപിയാ, എന്റെ പാപത്തെ മോചിച്ച് എന്നെ രക്ഷിക്കണം, ഇന്ന് രാത്രി എന്നെ കൈവിടരുത്, ഉപേക്ഷിക്കരുത്. ആര് പ്രാർത്ഥിക്കും അവരെ യേശു ക്രിസ്തു രക്ഷിക്കും. രക്ഷിക്കുന്ന മാർഗം. 2, സുവിശേഷത്തിന്റെ വിശേഷത അവിടെ എഴുതിയിരിക്കുന്നത് സമാധാന സുവിശേഷത്തിനായുള്ള
ഒരുക്കം. അപ്പൊ സുവിശേഷത്തിന്റെ രണ്ടാമത്തെ വിശേഷത, ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. സുവിശേഷം സമാധാനത്തിന്റെ മാർഗമാണ്. ഇരിക്കുന്ന ഇങ്ങോട്ട് വന്ന് നോക്ക്, അല്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കിക്കുക. ഇവിടെ നിങ്ങൾ അങ്ങോട്ട് നോക്ക്. എല്ലാവരും എന്ത് സമാധാനമായിട്ടായിരിക്കുന്നേ. എന്നാ പ്രശ്നമില്ലാഞ്ഞിട്ടാണോ? കൊള്ളാം. ഇവിടെ ഇരിക്കുന്നതിൽ ഒരു മിക്ക ആൾക്കാരും കടഭാരമുള്ളവരുണ്ട്. ഉണ്ട്, ഇരിപ്പ് കാണുമ്പോൾ അറിയാം. ഒന്ന് കൈപൊക്കിക്കേ, കടമുള്ളവര് കൈപൊക്കാൻ. ആർക്കുമില്ലേ? ഒന്ന് കൈ കാണാൻ മേല. ഈ വെട്ടം ഇങ്ങനെ അടിക്കുന്നുണ്ട്, എനിക്കൊന്നും കാണാൻ മേല. കൈ പൊക്കുന്നുണ്ടോ വല്ലവരും? ഓ, എൻ്റെ അമ്മ അങ്ങോട്ട് പൊക്കമ്മേ. എന്നാലും എന്ത് സമാധാനത്തോടായിരിക്കുന്നേ. മറ്റുള്ളവര് കടം വരുമ്പോൾ ആത്മഹത്യ ചെയ്യുക. കടമില്ലാഞ്ഞിട്ടാണോ? പണ്ടൊരാൾ പറഞ്ഞ പോലെ മലയ്ക്ക് പോകാഞ്ഞിട്ടാണോ, കടുവായില്ലായിട്ടാണോ വന്നിരിക്കുന്നു? കടമില്ലാഞ്ഞിട്ടാണോ? ഇവിടെ ഇരിക്കുന്ന മിക്കവരും കടവും പ്രയാസമൊക്കെ ഉള്ളവരാ. എന്നാലും എന്ത് സന്തോഷത്തോടായിരിക്കുന്നത്? അതെന്നാ? സമാധാനമുള്ളത് കൊണ്ട്. നിങ്ങളിലും ചിലർക്ക് കടമൊക്കെ ഇല്ലേ? ഓ, അവര് പോണ്ടേലും മിണ്ടുകേല, നാണക്കേടാന്ന് പറയും. കാരണം ഇരിപ്പ് കണ്ടാൽ തോന്നുവാ കടം വല്ലതും ഉണ്ടെന്ന്. അതാ പൗലോസ് പറഞ്ഞ പദമാ ശരി. ഒന്നുമില്ലേലും എല്ലാം ഉള്ളവരെ പോലെ. വേച്ചാനിപ്പം വെപ്രാളത്തോടിരിക്കുക, പ്രസംഗം പോയിക്കൊണ്ടിരിക്കുക, സ്വോത്ര കാഴ്ച കാര്യം മറക്കുവോന്നാ. ഇല്ല, മറന്നിട്ടില്ല. നോട്ടം എനിക്ക് കാണുമ്പോൾ അറിയാം. പുള്ളിക്കും എന്നാലും സന്തോഷിച്ചായിരിക്കുന്നത്. എന്ന് ഞാൻ മറന്നിട്ടില്ല. വെച്ചാൽ എന്നോട് പറഞ്ഞു ഇച്ചിരൂടെ ആള് വരട്ടെന്ന് പറഞ്ഞു. അതാ ഞാനും നോക്കിയിരിക്കുക. വരട്ടെ. ദൈവത്തിന് മഹത്വം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഈ കടഭാരവും ബുദ്ധിമുട്ടുമൊക്കെ ഉള്ളവര് ഇന്ന് രാത്രി സന്തോഷിച്ചിരിക്കുക. അതെന്താ കാരണം? ഇത് സമാധാനം തരുന്ന മാർഗമാണ്. സുവിശേഷം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാൽ അവന് സമാധാനമാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ കയ്യിലോട്ട് ഈ മൈക്ക് കൊടുത്താൽ ഇവിടെ വന്ന് നല്ല വൃത്തിയായിട്ട് കാര്യം പറയും. എന്താ പറയാൻ പോകുന്നത്? ഇങ്ങനെ ഞാൻ എൻ്റെ ശൈലി പറയുന്നുള്ളൂ. അയ്യോ, ഞാൻ സമാധാനമില്ലാതെ ജീവിച്ച വ്യക്തിയാ. മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും അടിമപ്പെട്ട് ഒരു സമാധാനമില്ലാതെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ ശാപമായി ദോഷമായി ജീവിച്ച് ജീവിതം പോലും ഒടുക്കാമെന്ന് ചിന്തിച്ച് എന്നെ എന്തിനെ ആർക്ക് വേണമെന്നൊക്കെ ചിന്തിച്ച് നടന്ന ഒരു സമാധാനമില്ലാതെ ഗതിയും ഗത്യന്തരമില്ലാതെ നടന്ന ഞാൻ എൻ്റെ ജീവിതം നശിച്ചെന്ന് ചിന്തിച്ചപ്പോഴാ സമാധാനത്തിന്റെ സുവിശേഷം എന്റെ ജീവിതത്തിൽ വന്നു. ഇപ്പോൾ എനിക്ക് സമാധാനമാ. ബേച്ചായന്റെ സാക്ഷ്യമൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ ബേച്ചായ എന്നാ വിളിക്കുന്നത്. ചാക്കോ ദേവസ്യ എന്ന ഓഫീഷ്യയില്. ദൈവത്തിന് മഹത്വം. ഈ മൈക്ക് അങ്ങോട്ട് കൊടുത്താൽ പുള്ളി ഇതൊക്കെ തന്നെ പറയാൻ പോകുന്നത്. സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, സ്വസ്ഥതയില്ലാതെ ജീവിച്ച കാലത്ത് യേശു ഉള്ളത്തിൽ വന്നു. അതെന്താ കാര്യം? ക്രിസ്തു നമ്മുടെ സമാധാനം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, ആമൻ, സുവിശേഷം സമാധാനം തരുന്ന മാർഗമാണ്. വീടില്ലാത്തവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. കയറി കിടക്കാൻ ഇടമില്ലാത്തവരുണ്ട്. വാടക കൊടുക്കുന്നവരുണ്ട്. കൊടുക്കാൻ നിർവാഹമില്ലാത്തവരുണ്ട്. കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കും, എങ്ങനെ പോറ്റി പുലർത്തുന്നത് ചിന്താഭാരത്തോടെ വന്നവരും കാണും. ആമേൻ, നാളെ എങ്ങനെ ആകുമെന്നൊക്കെ മനുഷ്യനല്ലേ, ചിന്താഭാരമൊക്കെ ഉള്ളവരുണ്ട്. പക്ഷെ എന്ത് സമാധാനത്തോടായിരിക്കുന്നേ. മറ്റുള്ളവരാന്നല്ലോ ഇങ്ങനെ വല്ലോ ഇരുന്ന് തരുമോ? പക്ഷെ ഇപ്പൊ ഇരിക്കുക. വേച്ചാൻ 9:30 എന്ന് പറഞ്ഞു, ഒരു 10:30 ആയാലും ഇരുന്ന് തരും. അത്ര എടുക്കുകയല്ല. എന്താ അതിന്റെ കാരണം? ഈ സമാധാനം ഉള്ളിൽ വന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി മദ്യം നിനക്ക് സമാധാനം തരത്തില്ല, ലഹരി പദാർത്ഥം സമാധാനം തരത്തില്ല, ഗുണ്ടായിസം കാണിച്ചാലൊന്നും സമാധാനം കിട്ടത്തില്ല. മറ്റ് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സമാധാനം തരുന്നതല്ല. അതൊക്കെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യട്ടെ. പക്ഷേ മതം സമാധാനം തരത്തില്ല, സംഘടന സമാധാനം തരത്തില്ല, സമുദായം സമാധാനം തരത്തില്ല. സമാധാനം തരുവാൻ കഴിവുള്ളവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് നസറയനാകുന്ന യേശു ക്രിസ്തു. അതാണ് സുവിശേഷം. ഈ സുവിശേഷം ഒരു വീട്ടിൽ വന്ന വീടിന് സമാധാനം. വെച്ച കഞ്ഞി കുടിക്കാത്ത എത്രയോ കുടുംബക്കാരുണ്ടായിരുന്നു പണ്ട്. എന്നും അലോക്യവും അടിപിടിയും ബഹളവും. ഭാര്യ ആന്നേൽ എത്ര വട്ടം പിണങ്ങിപ്പോയി, എത്ര വട്ടം. കൂടിന്റെ കുടുംബിക്ക് പിടിച്ചുകൊണ്ട് നേരെ പോവാ. ഇളയ കൊച്ചിനെ വാ കൊച്ചെന്നും പറഞ്ഞ് വലിച്ചേ. പിന്നെ എല്ലാവരോടും പറഞ്ഞ ഒരു തരത്തിൽ വീണ്ടും ഉണ്ടാക്കുമ്പോ പിറ്റേ ദിവസം ജോയിക്കുട്ടി 4 കാലേ വരിക. അന്നാരും അവക്കിട്ട് ഇടിച്ചോണ്ട് പിന്നെയും കൊച്ചിനെ വലിച്ചോണ്ട് ഉള്ള കാര്യമായി പറയാൻ. അങ്ങനെ എത്രയോ വട്ടം. പക്ഷെ ഇപ്പൊ നോയിക്ക് എന്ത് സമാധാനമാ.
രണ്ടുപേരും യേശുവിനെ അറിഞ്ഞു. കുഞ്ഞുങ്ങളും ദൈവകൃപയെ വന്നു. ആമൻ കഞ്ഞി ആന്നേലും മുളകൊടച്ചതാന്നേലും സന്ധ്യയാകുമ്പോ പാട്ട് പാടി പ്രാർത്ഥിച്ചത് പ്ലാവല കോട്ടിയായിരിക്കും കോരി കുടിച്ച് കിടന്നാൽ ഉറക്കവും വരും. അതെന്നാ? ഈ സമാധാനം വന്നതുകൊണ്ടാ. സുവിശേഷത്തെ കൊണ്ട് മാത്രമേ ഇത് നടക്കൂ. സമാധാനം, സുവിശേഷം സമാധാനമാണ്. അല്ല, ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ ഇത് സമാധാനത്തിന്റെ മാർഗമാണ് സുവിശേഷം. ഒരു തെളിവൂടെ തരാൻ, നിങ്ങളൊക്കെ അനുഭവസ്ഥരായ കർത്തദാസന്മാരാ. നമ്മൾ ചില സ്ഥലങ്ങളിൽ ചെന്ന് സുവിശേഷം പറയാൻ, വചനം പറയാൻ നിൽക്കുമ്പം ആ നാട്ടിലെ അല്ലെങ്കിൽ ആ ഏരിയയിലെ ചോട്ട പെട്ടെന്നൊരു മുണ്ടുമൊക്കെ ഉടുത്ത് വന്ന് നമ്മളെ കാണുമ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് പൊക്കി. അവനെ മീശ ഒന്നുമില്ല, പൊടിയാ, എന്നാലും പൊടി പിടിച്ചൊരു പിരിയും. എന്നുവെച്ചവൻ നമ്മുടെ അടുക്ക വന്നേച്ചും അവൻ്റെ ആ നിപ്പൊക്കെ കാണണം, ഒറ്റക്കാൽ എന്ന് പറഞ്ഞാൽ ഇവന്റെ ഭാര്യയ്ക്ക് സ്ത്രീധനം കിട്ടിയത് ആ ഏരിയ മുഴുവൻ. അല്ല, അവന്റെ നോട്ടവും ഇപ്പം പറച്ചിലും കണ്ട അങ്ങനെ അങ്ങ് തോന്നുക. എന്നെ പേടിച്ച് തിരിഞ്ഞു നോക്കിയതാണോ? എന്നാ കുഴപ്പമില്ല. അത് തല്ലുകൊള്ളു കാണാൻ ഞാൻ എനിക്ക് തരുന്നതിന്റെ പകുതി ഞാൻ തരും. എന്തിനാ തല്ലുകൊള്ളുന്ന എന്തിനാ? കാര്യമല്ലേ പറയുന്നത്? അല്ല, ചില ഇടങ്ങളിൽ ചെല്ലുമ്പോഴേ ഇവിടെ ഇത് പറ്റത്തില്ല, പോ ഉടനെ നമ്മൾ എന്നാ ചെയ്യുന്നത്? നമ്മളുടനെ ചെയ്യുന്ന മാർഗം ഇതാ, ആ കൊണ്ടുപോയ ട്രാക്ടർ എടുത്ത് ആ മൈക്കും എടുത്തേച്ച് നമ്മൾ ഉടനെ അവിടെ നിന്ന് പോവുക, വണ്ടി വിടുക. അതെന്നാന്ന് ചോദിച്ചാൽ ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. അതുകൊണ്ടാ. അല്ലെങ്കിൽ ഒരുത്തൻ വന്നാൽ ഒന്ന് അടിച്ചാൽ ഒന്ന് തടയാനെങ്കിലും കെൽപ്പുള്ളവരായി ഇരിക്കുന്നവരൊക്കെ തേണ്ടിരിക്കുന്ന നല്ല കെൽപ്പുള്ളവരാ ഇല്ലേ? ഉണ്ട്. രണ്ടുപേരും കട്ടക്കട്ടയാ. നമ്മളും അത്ര മോശമല്ല. അപ്പൊ ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഒരടി വന്നാൽ ഒരു തടയൊക്കെ തടയാൻ. ഞങ്ങളുടെ ഒരു അമ്മയുണ്ട്, രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ അമ്മ വലിയ തൻ്റെടിയായിരുന്നു. പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ച് അഭ്യാസമൊക്കെ പഠിച്ച അമ്മ. അപ്പൊ അമ്മയോട് ഞാനൊരിക്കൽ ചോദിച്ചു, അമ്മ ഇന്നയാളെ മുളമൂട്ടിലെ വക്കീലിനെ തല്ലിയെന്ന്. പിന്നെ ഞാൻ കയറി അടിച്ചു. ഞാൻ ചെറുതായിട്ട് ചോദിച്ചു, എങ്ങനെ അടിച്ചു? അവൻ അവിടെ നിൽക്കുകയായിരുന്നു, അവൻ 6 അടി പൊക്കമുണ്ട്. അമ്മ അത്ര മോശമല്ല. ഞാനങ്ങോട്ട് കയറി ചെന്ന് 4 മണിക്ക് ഒരു അടി അടിച്ചെന്ന് പറഞ്ഞു, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. അപ്പൊ എങ്ങനെ അടിച്ച്? ഞാനങ്ങോട്ട് കയറി മുച്ചവടെ, അപ്പൊ ചോടൊക്കെ എന്നെ കാണിച്ചു. മുച്ചവടെ നിന്ന് ഒരു അടി അടിച്ചവൻ പിന്നെ വേറൊരു കാര്യം പറഞ്ഞു. ആ അമ്മ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയെ വന്നു. അപ്പൊ അമ്മയുടെ ആക്കമുള്ള കാലത്താണ് ഒരു പിരിയും അവിടെ പിരിക്കുകയല്ല. പേര് ഞാൻ പറയുന്നില്ല. പണ്ടൊരു വലിയ പുള്ളി ഉണ്ടായിരുന്നു, തൊപ്പിപ്പാള, അത്രയോ പറയാം, ബേച്ചാൻ തൊപ്പിപ്പാളക്കാരനെ അമ്മ പുറകെ ഓടിച്ച്. ഇപ്പോഴല്ലേ രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ. അമ്മ നല്ല തൻ്റെ ഇപ്പോഴും കൊണ്ട്. ഈയിടെ ഞാൻ പോയി കണ്ടു, 100 വയസ്സായി. 100 വയസ്സ്. അപ്പൊ ഇളയ മോളിനോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എങ്ങനുണ്ട്? അമ്മ ചില തൻ്റെ ഇടമൊക്കെ ഉണ്ട്. ഈ അടുത്ത കാലത്ത് അമ്മ ഒരു കയ്യിലൊരു വടിയുണ്ട്, വടിയായിട്ട് ഇങ്ങനെ ഒന്ന് മുട്ടി. അപ്പം മോള് താഴെ വീണ്. അപ്പം മോള് ചോദിച്ചു, എന്നാ? ഞാൻ വടി ഇങ്ങനെ മാറ്റിയതല്ലേന്ന്. അമ്മ വടി മാറ്റിയത് വേറെ രീതിയില്ല. ഇപ്പോഴും ഉണ്ട്. ഈയിടെ ഞാൻ പോയി കണ്ടു. അപ്പൊ അമ്മ ഇപ്പം ദൈവകൃപ വന്നത് കൊണ്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. പക്ഷേ ഈ അമ്മയുടെ ആക്കമുള്ള കാലത്താന്നേലോ പിരിച്ചാവല്ലോ ഏക്കുവോ അവരുടെ പേര് പറഞ്ഞാൽ വിറയ്ക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ അമ്മയും ഈ അമ്മയെ പോലുള്ള അമ്മമാരോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ സുവിശേഷ യോഗം നടത്തുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലർ വന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഉടനെ അത് നിർത്തി, മൈക്ക് ഓഫാക്കി നിർത്തി പോവുക. അതെന്നാ? പേടിച്ചിട്ടല്ല, ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. അതേസമയം ഈ ഞാഞ്ഞൂല് പാർട്ടിക്കാർ നടത്തുന്ന ഒരു യോഗത്തിന് അന്ന് 2 പേര്, പാർട്ടിക്കാർ 2 പേര്, കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ BJP ആരുമാകട്ടെ, അവർ നടത്തുന്ന ചെറിയ യോഗത്തിന് 2 കസാരയും 3 പേരും ഒരു മൈക്കുമേ ഉള്ളൂ, ഒരു ഒടിയുണ്ട്. നീ അങ്ങോട്ട് ചെന്നൊന്ന് പറയാമോ? നിന്നെ ഏറി നിർത്തും. മനസ്സിലായോ? അല്ല, അവൻ പോകത്തുമില്ല അങ്ങോട്ട്. അവനറിയാൻ ചോരയുള്ള നായരെ കാണുമ്പം പഴയൊരു പഴഞ്ചൊല്ല. പിന്നെ നമ്മുടെ അടുക്ക മാത്രം വരുന്നത്? നമ്മുടെ അടുക്ക വരാമെന്ന് അവനറിയാം. അതിനാ നമ്മൾ തിരിച്ചൊന്നും പറയത്തില്ല, തിരിച്ചൊന്നും ചെയ്യത്തില്ല. അതിനാ നമ്മുടെ മാർഗം അതല്ല. ഒരു ഭാഗം പിടിച്ച മിഷണറിയെ ചുട്ടുകൊന്നില്ലേ? അദ്ദേഹത്തെ 2 പിള്ളേരെയും ചുട്ടുകൊന്നില്ലേ? അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. ഇപ്പോഴും എത്രയോ സഭാഗോള് കയറി തകർക്കുന്നു.
പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ വട്ടം കയറി അകത്ത് കയറി ഉപദ്രവിക്കുന്നു, സ്ത്രീകളെ ഉപദ്രവിക്കുന്നു, കുഞ്ഞുങ്ങളെ അവൻ ഉപദ്രവിക്കുന്നു, അവൻ ദൈവദാസന്മാരെ ഉപദ്രവിക്കുന്നു, ദൈവസഭ ജനലും ചില്ലുമൊക്കെ അടിച്ചു പൊട്ടിച്ച് അകത്ത് കയറി ഉപകരണങ്ങൾ നശിപ്പിക്കുന്നു. ആരും പ്രതികരിക്കുന്നില്ല. തിരിച്ചടിച്ചോ? ഇല്ല. എതിര് വല്ലതും പറഞ്ഞോ? ഇല്ല. തെറി വല്ലതും പറഞ്ഞോ? ഇല്ല. ഗുണ്ടായിസം കാണിച്ചോ? ഇല്ല. അതന്നെ ഞങ്ങളുടെ മാർഗം ഇതല്ല. അതെന്താ? ഞങ്ങളുടെ മാർഗം സമാധാനത്തിന്റെ മാർഗമാ. ദൈവത്തിന് അതന്നെ സുവിശേഷം സമാധാനത്തിന്റെ മാർഗമാ. ഇന്ന് അതുകൊണ്ടാ ഉപദ്രവിച്ചിട്ട് തിരിച്ചുപദ്രവിക്കാത്ത. ഞങ്ങളുടെ മാർഗം യേശു പഠിപ്പിച്ചത് തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ, കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെ, ന്യായമായി വിധിക്കുന്നവന്റെ കരങ്ങളിൽ മുഴുവൻ കാര്യങ്ങളും പരമേൽപ്പിച്ച പരമവിശുദ്ധനാണ് ക്രിസ്തു. അതുകൊണ്ടാ തിരിച്ചൊന്നും പറയാത്തത്. അപ്പോൾ ഓടിച്ചു പറയാ, ഒന്ന്, ഈ സുവിശേഷത്തിന്റെ വിശേഷത ഇത് രക്ഷിക്കുന്ന മാർഗമാ. രണ്ട്, സുവിശേഷത്തിന്റെ വിശേഷത ഇത് സമാധാനം തരുന്ന മാർഗമാ. ഇന്ന് രാത്രി സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, സ്നേഹിത, സുഹൃത്ത്, പിതാവേ, മാതാവേ, ആത്മഹത്യ പരിഹാരമല്ല, കള്ളു കുടിക്കുന്നത് പരിഹാരമല്ല, വിഷം കഴിക്കുന്ന പരിഹാരമല്ല, റെയിൽവേ പാളത്തിൽ തലവെക്കുന്ന പരിഹാരമല്ല, ആമൻ നാടുവിടുന്ന പരിഹാരമല്ല, ആമൻ സ്വയം വെടിവെച്ച് ഭരിക്കുന്നതോ സ്വയം ആത്മഹത്യ ചെയ്യുന്നൊന്നും പരിഹാരമല്ല. ഇന്ന് രാത്രി പരിഹാരം യേശു ക്രിസ്തുവിലുണ്ട്. നിനക്ക് സമാധാനം തരുവാൻ, നിനക്ക് ശാന്തത വരുത്തുവാൻ, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിവുള്ളവനാണ് നസറയനാകുന്ന യേശു ക്രിസ്തു. അത് ഈ സുവിശേഷം സമാധാനത്തിന്റെ മാർഗമാണ്. ഓടിച്ചു പോകാം. ദൈവത്തിന്റെ മഹത്വം. 3, സുവിശേഷത്തിന്റെ വിശേഷത. വായിച്ചേ ആ 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു യേശുവിന്റെ പ്രത്യക്ഷത. സുവിശേഷത്തിന്റെ 3-ാമത്തെ വിശേഷത ആ വായിച്ചു കേട്ടല്ലോ. സുവിശേഷം കൊണ്ട് എങ്ങനെ മോളെ? മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത. മതി. ആ സുവിശേഷത്തിന്റെ 3-ാമത്തെ വിശേഷത മരണത്തെ നീക്കുന്ന മാർഗമാണ്. മരണമെന്ന് ചിന്തിക്കുമ്പോൾ ചില ആൾക്കാരെ ചിന്തിച്ചത് ഈ ശാരീരിക മരണമാണ്. നല്ല മരണം പലതുണ്ട്. എന്റെ വിഷയമല്ലാത്തത് കൊണ്ട് ആ ഭാഗത്തൊക്കെ ഇപ്പൊ പോകുന്നില്ല. അതില് പ്രധാനപ്പെട്ട മരണം ഭയാനകമായ മരണമാണ്. അതിന് വേദപുസ്തകത്തിന്റെ ഭാഷ കൊടുക്കുന്നത് 2-ാം മരണമെന്ന. 2-ാം മരണം. ആ 2-ാം മരണത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. നല്ല പ്രത്യേകതയല്ല. ഗന്ധകം കത്തുന്ന തീ പൊയ്ക. അത് വല്ലപ്പോഴും വന്ന് കത്തിയേച്ച് കേടുകല്ല, രാപകൽ കത്തിക്കൊണ്ടിരിക്കുക. ഗന്ധകം കത്തുന്ന തീപ്പൊയ്ക. ആ തീപ്പൊയ്കയിൽ നിന്ന് ആ 2-ാമത്തെ മരണം. 1 ജനിച്ചവൻ 2 മരിക്കണം. എന്നാൽ 2 ജനിച്ചവൻ 1 മരിച്ചാൽ മതി. 1-ാമത്തെ ജനനം അമ്മയുടെ ഉദരത്തിൽ വന്ന ജനനം. 2-ാമത്തെ ജനനം വേദപുസ്തകത്തിന്റെ ഭാഷ പറഞ്ഞ വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്താലുള്ള ജനനം. ആ ജനിച്ചവന് അവൻ നിത്യമരണത്തിൽ അകപ്പെടത്തില്ല. ആ നിത്യമരണത്തിൽ നിന്ന് അവനെ ദൈവം രക്ഷിക്കും എന്ന് പറഞ്ഞാൽ അവൻ തീപ്പൊയ്കയിൽ നിന്ന്, നാശകൂപത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കുന്ന മാർഗമാണ് സുവിശേഷം. ആരായി മരണത്തിന് അധീനരായി പോകുന്നത്? ജീവപുസ്തകത്തിൽ പേരെഴുതിക്കാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുവന്ന. അപ്പോൾ തീപ്പൊയ്കയിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ള മാർഗമാണ് സുവിശേഷം. ഇതൊന്നും പ്രസംഗിച്ചാലൊന്നും ഇപ്പൊ എല്ലാവർക്കും ഒന്നും വലിയ വിശ്വാസമൊന്നുമില്ല. തീപ്പൊയ്ക ഉണ്ടെന്നോ നരകം ഉണ്ടെന്നോ ഒന്നും വിശ്വാസമില്ല. ഹൈന്ദവ പുരാണമൊക്കെ പഠിപ്പിക്കുന്നത് പല വിധത്തിൽ നരകങ്ങളുണ്ടെന്നാ. 28 കോടി നരകമുണ്ടെന്ന്. അതാമിശ്രം, അന്ധതാമിശ്രം, വൈതരണി, കുംഭീഭാഗം, ഭൂയോദകം, അസിപത്രം, ഇതെല്ലാം ഓരോരോ നരകങ്ങളാണ്. വൈതരണ്യാക്കയാകുന്നത് തൃഷ്ണയും. വൈതരണി അതൊരു നരകമാണ്. അസിപത്രം, താമിശ്രം, അന്ധതാമിശ്രം, കുംഭീഭാഗം, ഭൂയോദകം, അസിപത്രം, വൈതരണി ഇതൊരു നരകമാണ്. വൈതരണി. ഞങ്ങളുടെ ഇവിടുത്തെ ഒരു അമ്മയുണ്ടായിരുന്നു. അമ്മേനെ വിളിക്കുന്നത് ഇങ്ങനെ വൈതരണി പെണ്ണമ്മ എന്നും പ്രശ്നമാണ്. അതിനാ വൈതരണി ഒരു നരകമാണ്. അപ്പൊ ഇത് വൈതരണ്യാക്കിയാകുന്നത് തൃഷ്ണയും ആഗ്രഹം, അഭിലാഷം, മോഹം, കണ്ടമാനം വന്നാൽ അത് നരകത്തിൽ കൊണ്ടെത്തിക്കുമെന്നാ.
വൈതരണ്യാക്കിയാകുന്നത് ദൃഷ്ടയും സന്തോഷമാകുന്നത് നന്ദനം വനം. ചിന്തിച്ച് ശാന്തിയെ തന്നെ ഭജിക്ക നീ സന്താപമൊട്ടും അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഭോഗങ്ങൾ ഓരോ ജഡപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസുമോർക്ക നീ വഗ്നി സന്തപ്ത ലോകസ്ഥാമ്പ് ബിന്ദുനാ സന്നിപം മർത്യജന്മൻ ക്ഷണഭംഗുരം. മായാമയമായി പരിണാമിയായ ഒരു കായം വികാരിയായുള്ള നിരുധ്രുവം ദേഹോഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പം തന്നെ നീ മാനസധാരിൽ നിരൂപിച്ചതെന്തവ ജ്ഞാനമല്ലായതെന്ന നല്ല പ്രയോഗങ്ങളാണ് എടുത്തച്ഛൻ കൊടുത്തിരിക്കുന്നത്. വൈതരണി നരകമാണ്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ദൈവത്തിന് മഹത്വം. നരകപ്രേതങ്ങളിൽ നിന്ന്, നരകക്കുഴിയിൽ നിന്ന്, വേറെ പുസ്തകത്തിന്റെ പ്രയോഗത്തിൽ തീപ്പൊയ്കയിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ കഴിവുള്ള ഒരേ ഒരു മാർഗം സുവിശേഷമാണ്. അതാണ് സുവിശേഷത്തിന്റെ വിശേഷത. ദൈവത്തിന് മഹത്വം. 1, രക്ഷിക്കുന്ന മാർഗം. 2, സമാധാനം തരുന്ന മാർഗം. 3, നിത്യ നരകത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കും. ഈ സുവിശേഷം കേട്ടാൽ എന്തൊക്കെ നടക്കും? അതുകൂടെ പറഞ്ഞേച്ച് സ്തോത്രകാഴ്ച എടുക്കാം. ഞാൻ കണ്ട് പേപ്പർ കൂടെ നോക്കുന്നത് ഇപ്പം നിർത്താം. ഇത് സമാധാനമല്ലേ? നമ്മുടെ മഹായോഗത്തിന്റെ ഒടുവിലത്തെ ദിവസമാണ്. നിങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് അർപ്പിക്കുക. അതൊരു ശുശ്രൂഷയും ഒരാരാധനയാണ്. കൊടുക്കുന്നത് ഒരാരാധനയാണ്. നമ്മൾ ഓർക്കുന്ന കൈയടിച്ച് പൊട്ടിക്കുന്നത് ആരാധന, അതും ആരാധനയുടെ ഒരു ഭാഗമാണ്. ഇത് കൊടുക്കുന്നതും ആരാധനയാ. അതെ, വെളിപ്പാട്, ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. വെളിപ്പാട് 5 സമർപ്പിക്കുന്നത് ഒരു ആരാധനയാ. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷം കേട്ടാൽ വന്നാൽ എന്തൊക്കെ സംഭവിക്കും? വാക്യങ്ങളെല്ലാം എടുത്ത് പറയാൻ നേരമില്ല. ദൈവത്തിന് മഹത്വം. 120 പേര് ഒന്നിച്ചു കൂടി. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ ഒരു സംഘം, ദൈവം പറഞ്ഞത്, കർത്താവ് അറിയിച്ചതുപോലെ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ വന്ന് ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അപ്പോൾ പത്രോസ് എഴുന്നേറ്റ് അവൻ സുവിശേഷം അറിയിച്ചു. പത്രോസ് ഈ വാക്കുകളെ പ്രസ്താവിക്കുക, സുവിശേഷം അറിയിച്ചു. അപ്പോൾ സുവിശേഷം അറിയിച്ചപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? ദൈവത്തിന് നിങ്ങളുടെ പാപങ്ങളുടെ മോചനം. അങ്ങനെ പത്രോസ് പറഞ്ഞ പാപങ്ങളുടെ മോചനം. അപ്പോൾ സുവിശേഷം കേട്ടാൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ശരിക്കും സുവിശേഷം പറഞ്ഞാൽ ഇത് നടക്കണം. ഇപ്പൊ പിന്നെ പാപങ്ങൾ ഏറ്റു പറഞ്ഞൊന്നും രക്ഷിക്കപ്പെടാറില്ല. അങ്ങ് രക്ഷിക്കപ്പെടുക. അച്ഛൻ പണ്ട് പറഞ്ഞാൽ ഇപ്പം പണ്ടൊക്കെ രക്ഷിക്കപ്പെടുമ്പോൾ അനുദപിച്ച് കരഞ്ഞ് നിലവിളിച്ച, ഇപ്പൊ എല്ലാം ടിക്ക് ചെയ്യുക. ഇപ്പൊ പിന്നെ അതുമില്ല. വാട്സപ്പിനകത്തൂടെ മെസ്സേജാ, രക്ഷിക്കപ്പെട്ടു ക്ലീൻ, ഉടനെ അവിടെ ഇങ്ങോട്ട് പെട്ടോ ക്ലീൻ. അങ്ങനെയൊക്കെ ഇപ്പോഴത്തെ രക്ഷാനിർണയം. എന്നാൽ അനുതാപഹൃദയത്തോടെ ചെയ്ത തെറ്റുകളെ പറ്റി പശ്ചാത്താപം വന്ന് അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അപ്പോൾ സുവിശേഷം കേട്ടാൽ 1, രക്ഷിക്കപ്പെടും. 2, സുവിശേഷം കേട്ടാൽ എന്തോ സംഭവിക്കും? നമുക്കറിയാമല്ലോ, ശമരിയിൽ വലിയ അത്ഭുത ശുശ്രൂഷ ചെയ്യുക ഫിലിപ്പോസ് ഉപദേശി. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ദൈവാത്മാവ് പറഞ്ഞു, നീ ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോകണം. കർത്താവ് പറഞ്ഞു, പോയി. അപ്പോൾ രഥത്തിൽ ഒരാൾ വരുന്നു. എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രി ഷണ്ണൻ വരികയാ. അപ്പോൾ ഫിലിപ്പോസ് ഉപദേശിയോട് പറഞ്ഞു, തേരിനോട് ചേർന്ന്. അപ്പോൾ ചേർന്നു. തേരെ കയറാൻ പറഞ്ഞു. കയറിയപ്പോൾ ഷണ്ണൻ വായിച്ചുകൊണ്ടിരിക്കുക, അല്ലാതെ വേറൊന്നും അല്ല. അപ്പൊ ഉപദേശി ചോദിച്ചു, എന്താ വായിക്കുന്നത്? പുള്ളി പറഞ്ഞു, തിരുവെടുത്ത് വായിക്കുക. ഏത് ഭാഗമാ? അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ പ്രവചന ഭാഗമാ. പ്രവചന ഭാഗത്തിൽ ഏതാ? അപ്പൊ പറഞ്ഞു, യെശയ്യാ പ്രവചനമാ. അവിടെ ആ യെശയ്യാ പ്രവചനത്തിൽ ഏതാ? അയ്യോ, ഈ ഭാഗം അറക്കാനുള്ള ആടെ പോലെ എണ്ണും. അപ്പൊ ചോദിച്ചു, വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ? ഉടനെ ശരിക്കും എഴുതിയിട്ടില്ലെങ്കിലും അർത്ഥം ഇതാ, വായിക്കുന്നേ ഉള്ളൂ. ഒന്നും ചിലരങ്ങ് വായിക്കും, എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും നിന്നങ്ങ് പ്രത്യേക ഭാഗം കർത്താവേ നീ അങ്ങനെ അങ്ങ് വായിക്കുക. ഒന്നും മനസ്സിലായിട്ട് അങ്ങ് വായിച്ചു വിടുക. അപ്പൊ ഇവിടെ ചോദിച്ചു, വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ? ഉടനെ ഷണ്ണം പറഞ്ഞു, ഒരുവൻ പൊരുള് തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും? വായിച്ചേ മോളെ, എടുത്തോ, കണ്ടോ? വായിരേ. അങ്ങനെ അവൻ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിലിറങ്ങി. മൊത്തം വായിക്കണ്ട കോച്ചി, അതൊന്നും അല്ല. 34 മുതൽ വായിര. ഈ ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി. ഫിലിപ്പോസ്
ഉപദേശി ഈ തിരുവെടുത്ത് യെശയ്യാ പ്രവചനത്തിലെ തിരുവെടുത്ത് ആധാരമാക്കി യേശുവിനെ അറിയിപ്പാൻ തുടങ്ങി. ഒന്നുകൂടെ വായിച്ചേ മോളെ, മൈക്ക് മോനെ, എന്തോ പറ്റി മോനെ, വായിക്ക്. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി, ഫിലിപ്പോസ് ഉപദേശി ഈ തിരുവെടുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ, യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അപ്പോൾ സുവിശേഷം കേട്ടാൽ എന്ത് സംഭവിക്കും? ഒന്ന്, മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കും. രണ്ട്, സുവിശേഷം കേട്ടാൽ എന്തോ സംഭവിക്കും? അതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ തിരുവെടുത്ത് ആധാരമാക്കി ഫിലിപ്പോസ് സുവിശേഷം അറിയിച്ചു. ആരോട്? ഈ മന്ത്രിയോടും തന്ത്രിയോടും പറയാൻ കൊള്ളാവുന്നതാ സുവിശേഷം. അല്ല, ഇപ്പൊ മന്ത്രിയും തന്ത്രിയും അല്ല, ഇത് കേട്ടേ ഒക്കൂ. വേണ്ടായോ? എല്ലാവരും ഇത് കേൾക്കണം. സുവിശേഷം ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. അപ്പോൾ ഈ തിരുവെടുത്ത് ആധാരമാക്കി സുവിശേഷം പറഞ്ഞു. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം. നമ്മുടെ യോഗങ്ങൾക്കൊക്കെ ജനപ്രതിനിധികളും മന്ത്രിമാരും ഒക്കെ വരാറുണ്ട്. എനിക്ക് എല്ലാ കാര്യത്തോടും ഒന്നും അങ്ങനെ വലിയ യോജിപ്പില്ല. ഇനി അഥവാ വന്നാൽ ഒരു വാക്കെങ്കിലും അവരോട് സുവിശേഷം പറയണം. നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടാന്ന് എന്നെ ഒന്ന് വിളിച്ചാൽ മതി. അതാർക്കും ശല്യം ഉണ്ടാക്കാത്ത രീതിയിലെ കാര്യം പറയണം. ആരോടും പറയാൻ പറ്റുന്നതാ സുവിശേഷം. ധനകാര്യമന്ത്രിയോട് പറയുക സുവിശേഷം പറഞ്ഞു. ഈ തിരുവെടുത്ത് ആധാരമാക്കി യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. ശ്രദ്ധിക്കണം. അങ്ങനെ സുവിശേഷം അങ്ങോട്ട് അറിയിച്ചു. രണ്ടുപേരും തേരിൽ ഇങ്ങനെ പോവുക. അങ്ങനെ സുവിശേഷം അറിയിച്ച് തേര് മുമ്പോട്ട് ചെന്ന് വെള്ളമുള്ള ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഈ സുവിശേഷം കേട്ട വ്യക്തി സുവിശേഷം പറഞ്ഞ വ്യക്തിയോട്, ആരാ? ഷണ്ണൻ ഫിലിപ്പോസ് ഉപദേശിയോട് പറയാ, വെള്ളം നമ്മൾ ഓർത്ത് ചാകാൻ പോവാന്ന്. നമ്മളന്നാരും ആ വെള്ളം ചോദിക്കുന്നു. അപ്പൊ ഫിലിപ്പോസ് ചോദിച്ചു, എന്താ വെള്ളം? അതിനാ സ്നാനപ്പെടണം. അവിടെ സ്നാനപ്പെടണമെന്നൊന്നും ഫിലിപ്പോസ് പറഞ്ഞതായിട്ട് രേഖയില്ല. പക്ഷെ സുവിശേഷം പറഞ്ഞു. അപ്പോൾ അതിന്റെ അർത്ഥം എന്നാ? സുവിശേഷത്തിനകത്ത് സ്നാനമുണ്ട്. ഇന്നത്തെ പല മിടുക്കന്മാരും വലിയ ക്രൂസൈഡ് വമ്പന്മാര് ഒക്കെ നടത്തുന്ന പല ആൾക്കാരും സ്നാനം പറയത്തില്ല. രക്ഷ മാത്രം പറയുന്നത് സുവിശേഷമല്ല. സ്നാനവും കൂടെ പറയണം. ചിലക്കത് പറയുന്നത് ഇഷ്ടമല്ല. അയ്യോ, അമ്മാമ്മ നല്ല ഇച്ചിരി പിടിപ്പുള്ള അമ്മാമ്മയാ, സ്നാനം പറഞ്ഞാൽ ഇനി അമ്മാമ്മ ചിലപ്പം കൂട്ടായ്മയ്ക്ക് വരികയില്ല, അതുകൊണ്ട് വേണ്ട. അങ്ങനല്ല. മന്ത്രിയാന്നേലും കൊള്ളാം, തന്ത്രിയാന്നേലും കൊള്ളാം, സകല ആൾക്കാരോട് സുവിശേഷം അറിയിക്കണം. സുവിശേഷത്തിനകത്ത് സ്നാനമുണ്ട്. അതുകൊണ്ടാണ് ഷണ്ണൻ പറഞ്ഞത് വെള്ളം. ഉടനെ ചോദിച്ചു, അതിനെ വെള്ളം, എനിക്ക് സ്നാനപ്പെടണം. ഉടനെ ചോദിച്ചു, നീ വിശ്വസിക്കുന്നോ? ഉടനെ ഷണ്ണൻ പറഞ്ഞു, വിശ്വസിക്കുന്നു. എങ്കിലാകാം. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം. അപ്പോൾ ശരിക്ക് സുവിശേഷം അറിയിച്ചാൽ അതിനകത്ത് സ്നാനമുണ്ട്. ഞാൻ ഒന്ന് രണ്ട് കാര്യം സുവിശേഷത്തെ പറ്റി പറഞ്ഞേച്ച് എടുത്ത വാക്യത്തോട് വരാൻ വെച്ചാൽ ആ സമയം എന്തുവായി? 8:45. അപ്പോൾ 8:50 അങ്ങോട്ട് തരാം. സ്വോത്രകാഴ്ച എടുത്തേച്ച് 9 മുമ്പ് ഇങ്ങോട്ട് തരണം. തരുമ്പോൾ 9:30 വരെ അടുത്ത ഭാഗവും കൂടെ പറഞ്ഞ് ക്ലോസ് ചെയ്യാം. പോരായോ? ആട്ടെ. അല്ല, ഒരു ധാരണ വേണ്ടായോ? അപ്പൊ ശ്രദ്ധിക്കുക. അല്ല, ഇതാ പ്രധാന വിഷയം. അതിനല്ലേ ഈ കഷ്ടപ്പെട്ട് ഇതെല്ലാം ക്രമീകരിച്ചത്. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഷണ്ണനോട് ഫിലിപ്പോസ് സുവിശേഷം പറഞ്ഞു. അതിനകത്ത് സ്നാനമുണ്ട്. സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കാൻ, യേശുവിനോട് ചേരുവാൻ, യേശുവിനെ ധരിക്കുവാൻ, അവിടുത്തെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാ സ്നാനം. യേശു മാതൃക കാണിച്ചു. എങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി, വെള്ളത്തിൽ മുങ്ങി. ഐനോനിൽ വെള്ളമുണ്ടായിരുന്നെന്ന് യേശു നടന്നാ വന്നത്. എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. കർത്താവിന് മഹത്വം. അപ്പോൾ സുവിശേഷത്തിനകത്ത് മാനസാന്തരവും രക്ഷയുണ്ട്. സുവിശേഷത്തിനകത്ത് സ്നാനമുണ്ട്. തീർന്നില്ല. അവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ആ ഭാഗം വിടാം. അതിനെ ഇന്ന് നോക്കൂ. ഇത്താലിക പട്ടാളത്തിലെ കൊർന്നല്യോസ് എന്ന പേരുള്ള ഒരു വലിയ പ്രഗത്ഭനായ മനുഷ്യനെ, നല്ല പോസ്റ്റിൽ ഇരിക്കുന്നയാളാ.
ഒരിക്കലും അദ്ദേഹത്തിനോട് ദൂതൻ വന്ന് പറഞ്ഞു, പ്രത്യക്ഷപ്പെട്ടു, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും എല്ലാം അങ്ങ് വന്നെന്ന് പറഞ്ഞു. വായിച്ചേ മോളെ 10:1 മുതൽ അപ്പോസ്തല പ്രവൃത്തി 10 ഓടിച്ചു വായിക്കണം, സമയം. ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തന്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. അങ്ങ് നല്ല മനുഷ്യനാ, ധർമ്മമൊക്കെ കൊടുക്കും. നമ്മുടെ ആൾക്കാർ അങ്ങനെ ചിലർ കൊടുക്കാറില്ല. ധർമ്മം കൊടുക്കണം, നേർച്ച കൊടുക്കണ്ട. ധർമ്മം കൊടുക്കണം. ഒരു ഭിക്ഷക്കാരൻ വന്നാൽ അവന് കൊടുക്കണം. ഭക്ഷണം ഉണ്ടെങ്കിൽ ഭക്ഷണം കൊടുക്കണം. പൈസ ഉണ്ടെങ്കിൽ പൈസ അവന് ഇന്നത്തെ രീതി അനുസരിച്ചുള്ളത് കൊടുക്കണം. പക്ഷേ ദൈവമക്കളോട് പറയാ, നേർച്ചയൊന്നും കൊടുക്കണ്ട. ഞങ്ങളുടെ സഭയിലൊരു അച്ചായനുണ്ട്, പാപ്പച്ചായൻ, ഇന്നും ഉണ്ടായിരുന്ന സഭായോഗത്തിന്. നല്ല മനുഷ്യനാ, നല്ല കുറുക്കി കൊള്ളുന്ന വർത്താനം പറയും. നന്നായിട്ട് നല്ല, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പഴുതടച്ച് വർത്താനം പറയും. പാപ്പച്ചായനും ഞാനും വേറെ 2 പേരോട് അദ്ദേഹത്തിൻ്റെ തിണ്ണയിൽ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുക. MC റോഡിൻ്റെ സൈഡിലാണ് വീട്. ഗേറ്റ് കഴിഞ്ഞാൽ MC റോഡാണ്. അപ്പോൾ ഒരാൾ ഗേറ്റ് തുറന്ന് ഇങ്ങോട്ട് വരുന്നു, കൂടെ ഒരാളൂടെ ഉണ്ട് പുറകെ. അപ്പോൾ ഒരു ഫോട്ടോയും ഉണ്ട്. കയറി ഇങ്ങോട്ട് വന്നപ്പോൾ പാപ്പച്ചായിരിക്കുന്നു, ഞാനും ഉണ്ട്. ഉടനെ പാപ്പച്ചാച്ചും എന്നാന്ന് ചോദിച്ചു. ഉടനെ പുള്ളി മിറ്റെന്ന് പറഞ്ഞ് വേളാങ്കണ്ണിക്ക ഒരു ഫോട്ടോയും ഒക്കെ ഉണ്ട്, വേളാങ്കണ്ണിക്ക്. ഉടനെ പാപ്പച്ച വെളിയിലിറങ്ങിയേച്ച് അങ്ങോട്ട് പോകണം. വേളാങ്കണ്ണിക്കല്ലേ? വെളിയിലിറങ്ങിയേച്ച് പാലക്കാട് സൈഡ് ഇങ്ങോട്ട് പോരണമെന്ന്. ഉടനെ വന്ന പള്ളി, അച്ഛാ വേളാങ്കണ്ണിക്കാന്ന്. അതല്ലയോ തന്നോട് പറഞ്ഞ വേളാങ്കണ്ണി പരിക്കാത്താന്നോ? എടോ, വെളിയിലിറങ്ങിയേച്ച് അങ്ങോട്ട് പോകണം. ഉടനെ അടുത്ത ഡയലോഗ്, അച്ഛാ ദൈവത്തിനാന്ന്, ദൈവത്തിന്. ഉടനെ പുള്ളി ആരുടെയും കൈ കൊടുക്കത്തില്ല, നേരിട്ടാ കൊടുക്കുന്നെന്ന്. പിന്നെ അവന് മനസ്സിലായി, നിന്നിട്ട് വലിയ. അപ്പൊ പിന്നെ ഒരു ഡയലോഗ് കൂടെ, അച്ഛാ ഞാൻ ദൈവത്തെ നിലനിർത്തി. ഉടനെ പറഞ്ഞു, നീ ദൈവത്തെ നിലനിർത്തേണ്ട, പുള്ളി നിന്നോളും, നീ തന്നെ അങ്ങ് നിന്നാ മതി. അവൻ രാവിലെ വന്നിരിക്കുക ദൈവത്തെ നിലനിർത്താൻ. മനസ്സിലായല്ലോ? ഇത്തിരി ആൾക്കാരാ ഞങ്ങളുടെ സഭയില്, സൂക്ഷിച്ചു വന്നോണം. അപ്പൊ ശ്രദ്ധിച്ചേ, അല്ല കറക്റ്റ് കാര്യമല്ലേ പറഞ്ഞേ? ഞാൻ ദൈവത്തെ നിലനിർത്തി. പുള്ളി പറഞ്ഞു ദൈവം നിന്നോളും, നീ അങ്ങ് നിന്നാ മതി, നീ പോ. നീ രാവിലെ ഇറങ്ങിയേക്കാന്നോ ദൈവത്തെ നിലനിർത്താൻ? ദൈവം നിന്നോളും. അപ്പൊ ഒരു കാര്യം പറയാം, ധർമ്മം കൊടുക്കണം. അപ്പൊ ഈ കൊർന്നല്യോസ് ധർമ്മം കൊടുക്കുന്നയാളാ, ഭക്തനാ, സകല കുടുംബത്തോടും ദൈവത്തെ സേവിക്കുന്നവനാ. പക്ഷെ ദൂതൻ വന്ന് പറഞ്ഞു, പിന്നെ നിന്റെ ധർമ്മവും പ്രാർത്ഥനയും എല്ലാം ഇഞ്ഞെത്തി, പിന്നെ നീയും കൂടി ഇങ്ങോട്ടൊന്ന് എത്തണം. ധർമ്മവും എത്തി, പ്രാർത്ഥന എത്തി, അവൻ നീയും കൂടി ഇങ്ങോട്ട് വരണം. അതിനൊരു മാർഗമുണ്ട്. ആണ്ട് പത്രോസ് ഉപദേശി അവിടെ ഉണ്ട്. പുള്ളിയെ വിളിച്ച് ഒന്ന് പ്രസംഗം കേൾക്കണം. പ്രസംഗം കേൾക്കുമെന്ന് പറഞ്ഞാൽ പ്രസംഗത്തിന് മാർക്കിടാനോ പോയിന്റ് കുറിച്ചെടുക്കാനല്ല. പത്രോസ് വന്ന് സുവിശേഷം പറയും. എന്ന് പറഞ്ഞാൽ നീ സുവിശേഷം കേൾക്കണം. നീ നല്ല മനുഷ്യനായിരിക്കും, ഭക്തനായിരിക്കും, ധർമ്മം കൊടുക്കുന്ന വ്യക്തിയായിരിക്കും, നല്ല ഉദ്യോഗസ്ഥനുമാ, നല്ല കാര്യം. പക്ഷേ ഏത് മിടുക്കനാന്നേലും നീ സുവിശേഷം കേൾക്കണം. എല്ലാവരും ഇത് കേൾക്കണം. നിന്നെ പോലൊരു ഭക്തൻ ഈ ദേശത്ത് പാലക്കാടില്ലായിരിക്കും, നല്ല കാര്യം, അഭിനന്ദിക്കുന്നു. പക്ഷേ ഭക്തനാഥേല് സുവിശേഷം കേൾക്കണം. നിന്നെ പോലെ ധർമ്മം കൊടുക്കുന്ന ഒരു വ്യക്തി ഈ ദേശത്ത് കാണത്തില്ല, അഭിനന്ദിക്കുന്നു. പക്ഷേ നീ സുവിശേഷം കേൾക്കണം. അതുകൊണ്ടാ പത്രോസിനെ വിളിക്കാൻ. എന്നാ പിന്നെ ദൂതൻ ഇതങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. ഇല്ല, ദൂതനെ ഏൽപ്പിച്ചിട്ടില്ല. അത് ദൈവദാസന്മാരെയായി ഏൽപ്പിച്ചേക്കുന്നേ. അവൻ മനുഷ്യനെയായി ഏൽപ്പിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് പത്രോസിനെ വിളിച്ചത്. പത്രോസാണ് ഒരു ചില വിളച്ചിലുമൊക്കെ ഉള്ള ആളാ. പുള്ളി എല്ലാ വീട്ടിലും ഒന്നും അങ്ങനെ പോകത്തില്ല. നമ്മുടെ ഇടയിലും അങ്ങനെ വിളച്ചിലുകാരുണ്ട്. ചില വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ പോകത്തില്ല. അഥവാ പോയാലും താമസിച്ചേ പോകൂ, താമസിച്ച് പോയാലും പുറകിലേ ഇരിക്കൂ. പുറകിലേ ഇരുന്നാലും തീരുന്നതിന് മുന്നേ മാപ്പിളയും പെമ്പിളയും കൂടെ സ്ഥലവും കാലിയാക്കുക, അവിടുന്ന് കട്ടം കുടിക്കുകയായിട്ട് ഭക്ഷണം കഴിക്കാട്ട് വന്ന് അന്നൊരു പ്രത്യേക ഉപവാസമൊക്കെ ഉണ്ട്. അങ്ങനെ ഉപവാസമാണെന്ന് പറഞ്ഞ പോയ ആൾക്കാരുടെ പുറകെ ചെന്നപ്പോൾ അവർ വീട്ടിൽ ഇരുന്നല്ല പേശയെ കഴിക്കുക. അത് വേറൊരു ഉപവാസം ഉണ്ട്. ഇതിനകത്തുമൊക്കെ കാണുമ്പോൾ അമ്മ ഇരിക്കുക, ഇപ്പം കണ്ടാൽ അറിയത്തുമില്ല. പത്രോസിനും അങ്ങനത്തെ ചില സ്വഭാവങ്ങളുണ്ട്. അതുകൊണ്ട് കർത്താവ് ഒരു തുപ്പറ്റി ഇറക്കി കാണിച്ചു.
സകല നാൽക്കാലിയും മൃഗജാതി ഇഴജാതി കൊണ്ട് അറുത്ത് ഭക്ഷിക്കാൻ പത്രോസ് പറഞ്ഞു, ഞാൻ അശുദ്ധമായതോ മലിനമായതൊന്നും ഭുജിച്ചിട്ടില്ല. അല്ലല്ലല്ല, ഞാൻ വിശുദ്ധീകരിച്ചതിന് നീ എന്തിനാ മലിനമെന്നുള്ളത് എന്ന് പറഞ്ഞ ഉള്ള പന്നിയെയും പാറ്റായെയും ഉള്ള കണ്ടം പൂച്ചേനെയും തിന്നണമെന്നല്ല ഈ പറഞ്ഞു. ഇത് കേട്ടോണ്ട് നമ്മുടെ ആൾക്കാർ മുഴുവൻ ഏതാ നമ്മുടെ ആൾക്കാരെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ആട്ടെ. ഒരുത്തനോട് പറഞ്ഞു, ഞാൻ കണ്ടം പൂച്ചയെ തിന്നുവെന്ന്. ഞാൻ പറഞ്ഞു, മിണ്ടി പോകരുത്, തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യും. പെരുമ്പാമ്പിനെ തിരിയോ, എന്തെല്ലാം തിന്നാനുണ്ട്. അവൻ പെരുമ്പാമ്പിനെ ഉള്ള പന്നിയും പെരുമ്പാമ്പും എന്ന് വേണ്ട ആവശ്യമില്ലാത്തതല്ല. അതിനെന്നെ ഇത് തിന്നല്ല ഇതിന്റെ സ്വഭാവമല്ലേ. പന്നിയെ തിന്ന് മുഴുവനെണ്ണം മേളിലോട്ട് നോക്കുന്നില്ലല്ലോ, എല്ലാം ഇങ്ങനല്ലേ. പിന്നെ ആകെ കൂടെ പിന്നെ മേളിലോട്ട് നോക്കുന്ന 4 കാലും കൂച്ചിക്കെട്ടി കമ്പയിൽ ഇങ്ങനെ കൊണ്ടുപോകും ഈസ്റ്ററിന് കണ്ടിക്കാൻ. അന്നേരം ആ പുള്ളി മേളിലോട്ട് ഉടനെ പറയാ, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ഇപ്പോൾ ആ പുള്ളിക്ക് 19-ാം സങ്കീർത്തനം ഓർമ്മ വന്നത്. ജീവിച്ച കാലത്തൊന്നും പുള്ളിക്ക് 19-ാം സങ്കീർത്തനം ഇപ്പൊ പറയാ, ചന്ദ്രബിംബം എത്ര മനോഹരം, ദൈവത്തിന്റെ ജ്ഞാനം എന്ത് മനോഹരം. ആകാശ ഗംഗ പറഞ്ഞേച്ച് പിന്നെ തീരുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് അറുത്ത് ഭക്ഷിക്കാൻ പറഞ്ഞത് ദൈവം വിശുദ്ധീകരിച്ചതിന് നീ മലിനമെന്നരുത്. എന്തിനേറെ അങ്ങനെ പത്രോസ് ദൈവാലോചന പ്രകാരം കൊർന്നല്യോസിന്റെ വീട്ടിൽ ചെന്നപ്പോ എല്ലാരെയും വിളിച്ചു കൂട്ടി വെച്ച് കൊർന്നല്യോസ് പറഞ്ഞ വന്നതുപകാരം. പത്രോസ് സുവിശേഷം പറഞ്ഞു. 44-ാം വാക്യം വായിച്ചേ. 44 ആയിക്കേ 10:44. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ, ഈ വാക്കുകൾ ഏതാ? സുവിശേഷം. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം ഏതാ? വചനം, സുവിശേഷം. അത് സുവിശേഷമായി വചനം എന്തുവാ? ഒരു വാക്യം തെളിവിന് വായിച്ചേ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിച്ചേ. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും നിശ്ചയത്തോടെ. ശ്രദ്ധിക്കുക, അപ്പോൾ സുവിശേഷം വചനമാ. അപ്പോൾ പത്രോസ് ഈ വാക്കുകളെ വചനം പറഞ്ഞു. ആ വചനം എന്നുള്ളത് സുവിശേഷം. ഇനി 10:44 വായിച്ചാട്ടെ. പത്രോസ് എല്ലാവരുടെയും മേലും ഒന്നുകൂടെ വായിക്കുന്ന 44. ഈ വാക്കുകൾ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം സുവിശേഷം കേട്ട എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്ന് അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വ ആ ബാഗ് എടുത്ത് മടിയിലോട്ട് വെച്ച കസാര അമ്മയ്ക്ക് കൊടുക്ക്. ബാഗ് താണ്ടിരിക്കുന്നു ഞാൻ കണ്ട്. ആ തുണിയും മാറ്റ അവിടുന്ന്. ഇനി അമ്മയ്ക്ക് കസാര കൊടുക്ക. അമ്മ അവിടെ ഇരിക്കമ്മേ. ഇങ്ങോട്ട് മാറിയിരിക്കോ. ഇതൊന്നും പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ടതല്ല, നോക്കിയും കണ്ടും ചെയ്യേണ്ട കാര്യമാണ്. അല്ല തന്നെ എല്ലാവർക്കും ഈ സ്വാർത്ഥതയല്ലേ. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ വാക്കുകൾ സുവിശേഷ പത്രോസ് പറഞ്ഞു. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ ഈ വാക്കുകളെ പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് ഊമം തെറ്റിയിരുന്നല്ല. ഇപ്പോളേ ഈ പരിശുദ്ധാത്മാവ് വരുമ്പോ ചിലര് ഇങ്ങനെ അംഗീകരിക്കുക, പരിശുദ്ധാത്മാവ് വന്ന് വെച്ച് പോവുകയോ എടുക്കുവോ? അങ്ങനെയാണോ മോളെ നിങ്ങൾ വർത്താനം പറയാന്ന്? വായിക്കോ വെച്ചേ. പരിശുദ്ധാത്മാവ് വന്നപ്പോ ഇങ്ങനെ മിണ്ടാതെ മൃഗലിക്കാതെ ഇരിക്കുകയാണോ? അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും ദൈവത്തെ മഹത്വീകരിക്കുകയും. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ കയ്യും കട്ടി വായും പൂട്ടി മിണ്ടാതെ മൃഗലിക്കാതെ ഊമം തെറ്റിയിരിക്കുകയല്ല. അവൻ ആത്മസ്നാനം പ്രാപിച്ചു കഴിയുമ്പോൾ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഭാഷണത്തോടെ നീ ദൈവത്തെ സ്തുതിക്കണം. ചില ആൾക്കാര് പറയുന്നത് ഇത് നിന്ന് പോയെന്നാ പറയുന്നത്. ഞാനിപ്പോ കണ്ണനത്തിനും തർക്കത്തിനും ഒന്നുമില്ല. ദൈവവചനത്തിൽ അങ്ങനെ ഒരു വാക്യം നിന്നെന്ന് ഇല്ല. പിന്നെ നമ്മുടെ അനുഭവത്തിലുമില്ല, വചനത്തിലുമില്ല,
ജീവിതാനുഭവത്തിലുമില്ല. ഇത് രണ്ടുമാണല്ലോ പ്രധാനം. അതിലേറ്റവും പ്രധാനം വചനമാണ്. അതുകൊണ്ട് തർക്കത്തിനോ വാദത്തിനോ ഉടക്കിനൊന്നും ഞാനില്ല. ഇനി അങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ചോദിക്കരുത്, ഒന്ന് കാണണം, ഇല്ല. വേദപുസ്തകം വായിച്ചാൽ മതി. അയ്യോ, ഗുരുവും ശിഷ്യനും കൂടെ എന്ത് തർക്കവും കണ്ണനോ നടത്തി ഇല്ലേ? ഗുരുവും ശിഷ്യനും. ഗുരു ആറാട്ടുപുഴയെ കണ്ണിക്കുമ്പോൾ ശിഷ്യൻ കുമ്പനാട് കണ്ണിക്കും. പിറ്റേന്ന് ശിഷ്യൻ പോയി ആറന്മുളയെ കണ്ണിക്കുമ്പം ഗുരു മാരാമണ്ണ് കണ്ണിക്കും. ശിഷ്യനും ഗുരുവും കൂടെ എന്തോ പ്രശ്നമാണ്. രണ്ടുപേരും ആരും തോക്കുന്നുമില്ല, ആരും ജയിക്കുന്നുമില്ല. അപ്പോൾ രണ്ട് വിഭാഗത്തിലുള്ളതിൽ പ്രധാനപ്പെട്ട മൂപ്പന്മാര് പറഞ്ഞു, മതി, നിർത്ത്. ഇതൊന്ന് അനുഭവിച്ചെങ്കിലേ മനസ്സിലാവൂ. അതിന് ഞാൻ തർക്കത്തിനൊന്നുമില്ല, വാദത്തിനുമില്ല, അലോക്യത്തിനൊന്നുമില്ല. പക്ഷെ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഒരു കാര്യവും കൂടെ ചേർത്ത് പറയാം. ഈ ആത്മശക്തിയിൽ നിറഞ്ഞ് ആരാധിച്ചാൽ രോഗശാന്തി ഉണ്ടാകും. അന്യായ ബന്ധനങ്ങൾ അഴിയുന്ന കണ്ടിട്ടുമുണ്ട്. അതിപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന് മഹത്വം. ശരിക്കും സുവിശേഷം പറഞ്ഞാൽ ആത്മനിറവിന്റെ ആരാധന വെളിപ്പെടും. ദൈവത്തിന് മകൻ. ഇതാ സുവിശേഷത്തിന്റെ വിശേഷത. ഇനിയും വേർപാടുമൊക്കെ പറയാനുണ്ട്. ഇനി ഞാൻ സ്തോത്രം കാഴ്ച കഴിഞ്ഞ് എടുത്ത വാക്യത്തോട് കൂറ് പുലർത്തി ഒന്ന് രണ്ട് കാര്യം പറയാം. ഇപ്പോഴെ പാട്ട് പാടുമ്പോൾ അതുപോലെ സ്തോത്ര കാഴ്ച എടുക്കാൻ നിങ്ങൾ പോകരുത്. എല്ലാവരും കൊടുക്കണം. ബാക്കി ഇനിയും പറയാൻ കിടക്കുക. കേട്ടേച്ചേ പോകളെ. ഏതായാലും ഇന്ന് മെനക്കേടാന്നല്ലോ. കേട്ടേച്ച് പോകാം. പാടിക്കോ, പെട്ടെന്ന് പാടാം. വാഴ്ത്തി പുകഴ്ത്തിടും, ദൂതർ വാഴ്ത്തി പുകഴ്ത്തിടും നാമമത്. യേശുവിന്റെ തിരുനാമത്തിൽ ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. യേശുവിന്റെ തിരുനാമത്തിൽ ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കരയേറ്റാം. ഇന്ന് രാത്രിയില് ഇതുവരെയും നമുക്ക് ദൈവത്തിന്റെ വചനം കേൾപ്പാൻ സാവകാശം തന്നല്ലോ. ഞാൻ മുഖവരയായിട്ട് ചില കാര്യങ്ങൾ ഓർപ്പിച്ചത് അത് അത്യാവശ്യ കാര്യമായതുകൊണ്ടാണ്. വിശേഷിച്ച് ഈ ദേശത്ത് അത് കൂടെ പറഞ്ഞ് ഒക്കൂ. ദൈവത്തിന്റെ മഹത്വം. എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാനാ സുവിശേഷത്തിന്റെ വിശേഷത. ഇതൊക്കെയാണ് നമ്മൾ ചിന്തിച്ചത്. ഈ സുവിശേഷം കേട്ട് കഴിയുമ്പോൾ എന്തൊക്കെ സംഭവിക്കും? രക്ഷ, സ്നാനം, അഭിഷേകം, ഇതെല്ലാം ഇതിനകത്തുണ്ട്. അത് ഇനി ആ ഭാഗം അധികം ദീർഘമാക്കുന്നില്ല. വായിച്ച വാക്യത്തോട് ഒന്ന് കൂറ് പുലർത്തണം. ഇല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർ പറയും കുഴപ്പമില്ല, പുള്ളി സുവിശേഷം ചെറുതായിട്ടൊക്കെ പറഞ്ഞെങ്കിലും വാക്യത്തോട് ബന്ധപ്പെട്ടൊന്നും പറഞ്ഞില്ലെന്ന് നിങ്ങൾ പറയും. അല്ലെങ്കിൽ നിങ്ങൾ പറയും. അപ്പൊ അതുകൊണ്ട് ആ വാക്യത്തോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ വായിച്ചത് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യമാണല്ലോ. ഒരിക്കൽ കൂടി സഹോദരിമാരിൽ ആരിലും ഒരാൾ വായിച്ചാട്ടെ. ആത്മാവ് സഭകളോട് പറയുന്നത്. വായിക്കുന്ന സഹോദരിയുടെ പേരെന്താ? നിമ്മി. ഇപ്പറയിരിക്കുന്ന സിസ്റ്ററോ? രണ്ടുപേരും നല്ല സഹോദരിമാരാ. പേരും നല്ലതാ, നിമ്മിയും ഷീനെ. ആട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. കാരണം ഇത് വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യമുള്ളവനാണ്. നിങ്ങൾ രണ്ടും ഞാൻ കുറേ എണ്ണത്തിന് വിളിച്ചത്. നിങ്ങൾക്കൊന്നും അവർക്കെല്ലാം ഭാഗ്യം വന്ന് കിടക്കുക. അപ്പം നിങ്ങൾക്ക് ഇന്ന് ഭാഗ്യം ഉണ്ടാകട്ടെ. അവർ മോശമല്ല, കേൾക്കുന്നവരും ഭാഗ്യവാന്മാരാ. എന്നാലും നിങ്ങൾക്ക് ഇച്ചിരി ഭാഗ്യം കൂടും വായിച്ചു തരുന്നത് കൊണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, വെളിപ്പാട് പുസ്തകം 2:17 ഒന്നുകൂടെ വായിച്ചാട്ടെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. പിന്നെ ജയിക്കുന്നവന് ഞാൻ മറിഞ്ഞിരിക്കുന്ന മഞ്ഞ കൊടുക്കും. ജയിക്കുന്നവന് മറിഞ്ഞിരിക്കുന്ന മഞ്ഞ കൊടുക്കും. വെളിപ്പാട് പുസ്തകം ഓർപ്പിച്ചല്ലോ 22-ാം അധ്യായം. ഈ വെളിപ്പാട് പുസ്തകം നന്നായിട്ട് പ്രസംഗിക്കുന്ന, പഠിപ്പിക്കുന്ന, ക്ലാസ് എടുക്കുന്ന ധാരാളം ആൾക്കാർ ഞാൻ ഓർപ്പിച്ചല്ലോ നമുക്കുണ്ട്. ഏതാ? ആത്മീക ലോകത്തുണ്ട്. അവരെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിന്റെ വ്യാഖ്യാന പുസ്തകം എഴുതിയ മൺമറഞ്ഞവരും ഇപ്പോൾ ഉള്ളവരുമുണ്ട്. ഈയിടെ ഒരാൾ പറഞ്ഞ പുസ്തക പേരേലാന്ന് പറഞ്ഞു. ഏത് പുസ്തകമാണെന്ന് ചോദിച്ചു. പറഞ്ഞു വെളിപ്പാട് പുസ്തകമാണ്. ധാരാളം ആൾക്കാർ ഈ പുസ്തകത്തിന്റെ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പിണങ്ങാതിരിക്കാമെങ്കിൽ ഒരു കാര്യം പറയാം. ഒരു പുസ്തകം എഴുതിയ പുള്ളി മറ്റൊരു പുസ്തകം എഴുതിയ പുള്ളിയോട് യോജിക്കുന്നില്ല. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണനമാണ്. വിശേഷിച്ച് ചില അധ്യായങ്ങളൊക്കെ ആരും തമ്മിൽ
യോജിക്കുന്നില്ല. നമ്മളിപ്പോൾ അതൊന്നും ചിന്തിക്കുന്നില്ല. അതിന് ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകതയാ. അത് കാര്യം എന്നാന്ന് ചോദിച്ചാൽ നമുക്കറിയാത്ത ഒത്തിരി കാര്യം ഇതിനകത്തുണ്ട്. അതെല്ലാം കൂടെ നമ്മൾ ചകഞ്ഞു പിടിച്ച് പണ്ഡിത ശിരോമണിയാന്ന് തെളിയിക്കാൻ ഈ പരിശ്രമിക്കുമ്പോൾ അപ്പുറം ഒരു പണ്ഡിതൻ ഈ പണ്ഡിതന്റെ പള്ള നോക്കി ഒരു വെട്ട്. ചിലപ്പോൾ ഞാൻ ഓർക്കും ഈ എഴുതിയവരെ എല്ലാം കൂടെ ഒന്നിച്ചിരുത്തി ഒന്ന് വരികയല്ല. അല്ല വന്നാലെന്നാ ഇതുപോലെ ശാന്തമായ അന്തരീക്ഷമൊന്നും ആയിരിക്കുകയല്ല. അപ്പൊ ഈ പുസ്തകം എഴുതിയ പല ആൾക്കാരും യോജിക്കുന്നില്ല. സൈമൺ സാറിനോട് യോജിക്കാത്ത ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. നമ്മുടെ ഇടയിൽ ആൾക്കാർ യോജിക്കാത്ത YSKL സാറ്, സൈമൺ സാറ്, കല്ലുമല കുഞ്ഞുമോന് ചാന്, ചെറിയാൻ കോതകരി, ഫിലിപ്പോസ് കൊളക്കട, KK മാത്യു മുണ്ടിയപ്പള്ളി, അങ്ങനെ ധാരാളം മലയാളികളുടെ അല്ലേ, പിന്നെ ഇംഗ്ലീഷുകാരുടെ വേറെ ആൾക്കാർ, ധാരാളം ആൾക്കാർ ഈ വെളിപ്പാട് പുസ്തകത്തിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ധാരാളം ആൾക്കാർ പ്രസംഗിക്കുന്നുമുണ്ട്. തലേന്ന് വന്ന് പ്രസംഗിക്കുന്ന പുള്ളി ആ പറയുന്നതല്ല പിറ്റേന്ന് വന്ന് പ്രസംഗിക്കുന്ന ആള്. തലേന്ന് വന്ന പുള്ളി വെളിപ്പാട് പുസ്തകം 12 സ്ത്രീ ആരാന്ന് പ്രസംഗിച്ചു. പിറ്റേന്ന് വന്ന പുള്ളി സ്ത്രീക്കിട്ടൊരടി പുള്ളിക്കിട്ടൊരടി. തള്ള പറഞ്ഞത് ആടെ കിടക്കുന്നു, പ്രസംഗിച്ച പുള്ളി അപ്പുറം കിടക്കുന്നു. അങ്ങനെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. തലേ ദിവസം വന്ന പുള്ളി പറഞ്ഞു സാക്ഷികൾ 2 സാക്ഷികൾ 11 ഇന്നയാളാ. പിറ്റേ ദിവസം വന്ന പുള്ളി പറഞ്ഞു അവരൊന്നും അല്ലെന്ന് പറഞ്ഞു. കാരണം ഇത് പലതും യോജിക്കുന്നില്ല. അതെന്നാന്ന് ചോദിച്ചാൽ ഒറ്റ വാങ്ങി പറയാ, എല്ലാ കാര്യമൊന്നും നമുക്ക് വെളിപ്പെടുത്തിയിട്ടില്ല. കാര്യം മറച്ചു വെക്കുന്നത് ദൈവത്തിന് മഹത്വമാണ്. ഇത് ഓരോരുത്തർ പണ്ഡിതന്മാരാന്ന് അറിയിക്കാൻ വേണ്ടി ഇതങ്ങ് തെളിയിക്കുക. ഞാൻ ചോദിക്കട്ടെ, മനസ്സിലായതനുസരിച്ച് ആദ്യം ജീവിക്കേ. എന്നുവെച്ചല്ലേ വെളിപ്പാട് 12 സ്ത്രീ ആരാന്ന് 2 സാക്ഷി, അതവിടെ നിൽക്കട്ടെ. ആദ്യം മനസ്സിലാകുന്ന ഭാഷ എഴുതിയിരിക്കുന്നത് സഹോദരനെ സ്നേഹിക്കണം. അതില്ല. വെളിപ്പാട് 12 തള്ളയാരാന്ന് തെളിയിച്ച് കിടക്കുക. അല്ല, മനസ്സിലാകുന്നില്ലേ? ഇല്ലേ? എന്നാ സമയം നോക്കിയത് എന്നാ പോകാൻ ചൂടിരിക്കേ. സ്വന്തം സഹോദരനോട് മിണ്ടുന്നില്ല, അത് വിഷയമല്ല. വെളിപ്പാട് 11 2 സാക്ഷി ആരാന്നാ പുള്ളി തെളിയിക്കുന്നത്. അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കുന്നില്ല. 13 മൃഗം എവിടുന്നാ വരുന്നെന്ന്. അല്ല, ഇപ്പം പറഞ്ഞ് മൃഗത്തിന്റെ സ്വഭാവമായി. നമുക്കറിയാത്ത ഒത്തിരി കാര്യം ഈ പുസ്തകത്തിലുണ്ട്. അപ്പോൾ പല ആൾക്കാരും പഠിപ്പിക്കുന്നതും പ്രസംഗിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഇന്നതാന്നാ. ചെല്ല് പറയുന്നത് 12 സ്ത്രീയാ പ്രധാന വിഷയം. ചെല്ല് പറയുന്നത് 2 സാക്ഷികൾ. ചെല്ല് പറയുന്നത് സമുദ്രത്തിൽ നികർന്ന മൃഗമാ പ്രധാന വിഷയം. ചിലർ പറയുന്നത് 666 പ്രധാന വിഷയം. ചിലർ പറയുന്നത് 17-ാം അധ്യായത്തിലെ മർമ്മം മഹതിയാം ബാബിലോൺ അതാ പ്രധാന വിഷയം. ഇതൊന്നും വിഷയമല്ലെന്നല്ല, എല്ലാം വിഷയമാ. ചിലർ പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം പുതിയ യെരൂശലേമാണ്. ചിലർ പറയുന്നത് പറുദീസയാണ്. ചിലർ പറയുന്നത് കുഞ്ഞാട്ടിന്റെ കല്യാണമാണെന്ന. ഇതെല്ലാം വിഷയങ്ങളാ. പക്ഷേ ഒറ്റ വാക്കിൽ പറയാം, വിശദീകരിക്കാൻ നേരമില്ല. നിങ്ങൾ യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും ഒറ്റ വാക്ക് പറയാ, ഇഷ്ടമുണ്ടേ യോജിച്ചാൽ മതി. വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം ഈ പറഞ്ഞതൊന്നുമല്ല. വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാ. 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ചേ നിമ്മി. ഇതാ ഇതിലെ പ്രധാന വിഷയം, യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. ഈ വെളിപ്പാട് ആർക്കും താല്പര്യമില്ല. എല്ലാം മൃഗത്തിന്റെ വെളിപ്പാടിന്റെ പുറകെ പോവുക. മുദ്ര ആരൊക്കെ ഏറ്റു, ഇനി ആരൊക്കെ ഏക്കും 666 അതാ തെളിയിക്കുന്നത്. തെളിയിക്കരുതെന്നല്ല, ഏറ്റവും ശ്രേഷ്ഠമേറിയ വെളിപ്പാട് യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. എന്നെയും നിന്നെയും രക്ഷിക്കുവാൻ, എന്നെയും നിന്നെയും വീണ്ടെടുക്കുവാൻ ഒരുവൻ സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങുമെന്ന് ഫിലിപ്പിയാലേഖനം നമ്മൾ പഠിക്കുന്നത്. ദൈവരൂപത്തിൽ ഇരിക്കുക, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശില മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന നസറായനാകുന്ന യേശു ക്രിസ്തു ധന്യനാകുന്ന ഏകാധിപതിയും താൻ മാത്രം അമർത്യതയുള്ളവനും അവൻ മനുഷ്യരാരും കാണാൻ പാടില്ലാത്ത സർവജ്ഞനായ ദൈവം. വെളിപ്പാട് പുസ്തകത്തിൽ ഒരു പ്രയോഗമുണ്ടല്ലോ, 5-6 വാക്യം വായിച്ച്. യേശു ക്രിസ്തു ആരാ? പെട്ടെന്ന്. വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ അതാ ഇതിലെ പ്രധാനപ്പെട്ട വെളിപ്പാട്. ദൈവത്തിന് സ്തോത്രം. ആ വെളിപ്പാട് പലരും മൈൻഡ് ചെയ്യുന്നില്ല.
പിന്നെ തേജസ്കരിക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് 1-ാം അധ്യായത്തിൽ, ഞാൻ അങ്ങനെ അധികം പറയുന്നില്ല, കർത്താവിന് മഹത്വം. 13-ാമത്തെ വാക്യത്തിൽ 1:13 പത്മോസ് എന്ന ദ്വീപിൽ യോഹന്നാൻ നാടുകടത്തപ്പെട്ടപ്പോൾ കർത്ത ദിവസത്തിൽ ആത്മവിവശനായി. ഒരു കാര്യം ചേർത്ത് പറയാം, ആത്മാവിന്റെ വിവശത ഉണ്ടാകാൻ ഒത്തിരി ആളൊന്നും വേണ്ട. ഇന്നത്തെ വലിയ വിവശതക്കാർക്ക് കണ്ടമാനം ആള് വേണം. അത് വണ്ടിക്ക് കൊണ്ടങ്ങ് ഇറക്കുക. വലിയ വലിയ വണ്ടി ഇട്ട് ആളിനെ കൊണ്ട് ഇറക്കി സീറ്റുമൊക്കെ കൊടുത്ത് ഇരുത്തി. അതിനാ വിവശത ഉണ്ടാകണമെങ്കിൽ ആള് വരണം. ആള് മാത്രം മാതിരി വലിയ സിസ്റ്റം വേണം, സിസ്റ്റം. അതൊക്കെ കൊണ്ടിറക്കിയെങ്കിലേ വിവശത. പിന്നെ വലിയ പാട്ടുകാർ, ഇവരൊന്നും ഏക്കുകയല്ല. വലിയ പാട്ടുകാരെ ഇന്നാളൊരാൾ പറഞ്ഞു കൊല്ലത്തിന്ന് ഇറക്കിയെന്ന്. കൊല്ലത്തിന്ന് ഇറക്കി ആരെയാണോ ഓരോരുത്തരത്തിൽ നിന്ന് ഇറക്കുക. അപ്പൊ ഇവരൊക്കെ വന്നെങ്കിലേ വിവശത ചിലർക്ക് ഉണ്ടാകൂ. എന്നാൽ ഇവിടെ നോക്കിയാൽ യോഹന്നാന് വിവശത ഉണ്ടായപ്പോൾ സ്വെറ്റില്ല, മൈക്കില്ല, ബഹളമില്ല, ആളില്ല, ഹോളില്ല, ഒന്നുമില്ല, പുൾപിറ്റ് ഒന്നുമില്ല, ഒറ്റയ്ക്ക. കർത്ത ദിവസത്തിൽ ആത്മവിവശനായി. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്ന 7 സഭകൾക്ക് എഴുതുക എന്ന കാഹളത്തുന്നൊരു ശബ്ദം എന്റെ പുറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്തൊക്കെയാണെന്ന് ഞാൻ തിരിഞ്ഞു. 13-ാം വാക്യം തിരിഞ്ഞപ്പോൾ 7 വിളക്കുകളെയും വിളക്കിനോട് വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. എന്നാലും വായിച്ചോ. നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട്, പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട്, പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട്, പൊൻവിളക്കേടുള്ളിൽ. പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട്, പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട്, വെള്ളത്തല മൂടി വെള്ളയാം പഞ്ഞി പോൽ. പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട്, വെള്ളത്തല മൂടി വെള്ളയാം പഞ്ഞി പോൽ. വെള്ളോട്ടുല തന്നി കാച്ചി പഴുപ്പിച്ച വെള്ളക്കുതിര പുറത്തേറി വരുന്ന പുരുഷനെ കണ്ട്, ഉത്തമ പുരുഷനെ കണ്ട്, പുരുഷനെ കണ്ട്, ഉത്തമ പുരുഷനെ കണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, തേജസ്കരിക്കപ്പെട്ട യേശുക്രിസ്തുവിനെ ഇവിടെ ദർശിക്കുക. 1-ാം അധ്യായത്തിൽ ഓടിച്ച് അവസാനിപ്പിക്കുക. 2-3 അധ്യായത്തിൽ 7 സഭയ്ക്കുള്ള ദൂത. 1-ാമത്തെ സഭ എഫെസോസ്, ഒടുവിലത്തെ സഭ ലവോദിക്കിയ സഭ. 7 സഭയ്ക്കുള്ള ദൂത. നമ്മള് എന്തോ പറ്റി? കുഴപ്പമില്ലല്ലോ. എന്തോ പറഞ്ഞു നിങ്ങള് അയാളുടെ ശ്രുതി ഒക്കുന്നില്ലെന്നായിരിക്കും. അതാ എനിക്ക് തോന്നി. കുഴപ്പമില്ല, സമാധാനപ്പെട്. ഇന്നിപ്പം ഇങ്ങനെ പോട്ടെ. പാടാനൊന്നും ട്യൂണും കൃപയൊന്നും ഉള്ളതല്ല. പിന്നെ അങ്ങ് സന്തോഷം കൊണ്ട് 2 പേര് ചൊല്ലുക. അപ്പൊ ശ്രദ്ധിക്കുക, 2-3 അധ്യായത്തിൽ 7 സഭയ്ക്കുള്ള ദൂത. എഫെസോസ് ആദ്യത്തെ സഭ, ലവോദിക്കിയ ഒടുവിലത്തെ സഭ. നമ്മൾ ഇന്ന് രാത്രി വായിച്ചതിൽ പെർഗമോ സഭയോടുള്ള ദൂത അല്ലയോ? പെർഗമോ സഭ. ആ കണിക തുടങ്ങുന്നത് 12 വായിച്ചേ. ഷീന ഒന്നുകൂടെ വായിരുന്നു നന്നായിട്ട്. പെർഗമോസിലെ സഭയുടെ ദൂതന് എഴുതുക. നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാവൂ. ഹാർമോണിയം എവിടെ? മർന്നിടും പെർഗമോ സഭ, മർന്നിടും പെർഗമോ സഭ, മർന്നിടും പെർഗമോ സഭ, മർന്നിടും.
കിടന്നോട്ടെന്ന് എന്നെ വയ്യാവേലിയാന്ന് ഹാർമോണിയത്തിന്റെ അതിന് ഞാൻ വേറെ പാട്ട് തരാം. നീ ശ്രമിക്കന്നൂടെ വചനം അപ്പൊ ശ്രദ്ധിക്കുക, സമയമില്ല. പിന്നെ അവര് ചിരിക്കുക. വായിച്ചേ 12. മൂർച്ചയേറിയ പെർഗമോസിലെ സഭയുടെ ദൂതന് എഴുതുക. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക. മൂർച്ചയേറിയ ഇരുവായ്ത്തല വാളുള്ളവൻ അരുളി ചെയ്യുന്നത്. ശ്രദ്ധിക്കണേ, ഞാൻ ഓർപ്പിച്ചല്ലോ 7 സഭകൾക്ക് ദൂതൻ എഴുതുക. ഈ സഭയോട് ദൂത് പറയുമ്പോൾ ദൂതിന് ചില അടിസ്ഥാന തത്വങ്ങളുണ്ട്. ഉണ്ട് അടിസ്ഥാന, ഏത് കാര്യത്തിന് ഒരു അടിസ്ഥാന തത്വമില്ലേ? ഉണ്ട്. 1, കർത്താവ് സഭയോട് ദൂത് പറയുമ്പോൾ 1 പരിചയപ്പെടുത്തും, 2 അഭിനന്ദിക്കും, 3 ആക്ഷേപമുണ്ടെങ്കിൽ അത് ഉന്നയിക്കും, 4 വിവേചിക്കും, 5 പ്രബോധിപ്പിക്കും, 6 ഇവർക്ക് മുന്നറിയിപ്പ് കൊടുക്കും, 7 പ്രതിഫലം വല്ലതും ഉണ്ടെങ്കിൽ അതും പറയും. എല്ലാം എടുത്ത് പറയാൻ നേരമില്ല. നമുക്ക് 1-2 വാക്യം വായിച്ചു വിടാം. നിമ്മിയും ഷീനായും കൂടെ വായിര് എല്ലാം വ്യാഖ്യാനിക്കാൻ നേരമില്ല. 1-2 കാര്യങ്ങൾ. 1 പരിചയപ്പെടുത്തി. 12-ാം വാക്യം വായിച്ചേ. നീ എവിടെ പാർക്കുന്നു എന്നും 12-ാം വാക്യം ഒന്നുകൂടെ വായിര്. പെർഗമോസിലെ സഭയുടെ ദൂതന് എഴുതുക. മൂർച്ചയേറിയ ഇരുവായ്ത്തല വാളുള്ളവൻ അരുളി ചെയ്യുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ഈ സഭയോട് കർത്താവ് ദൂത് പറയുക. അല്ലയോ പെർഗമോസിലെ സഭയെ, നിങ്ങളോട് ദൂത് പറയുന്ന ഞാൻ ആരെന്ന് ചോദിച്ചാൽ മൂർച്ചയേറിയ ഇരുവായ്ത്തല വാളുള്ളവനാ ദൂത് പറയുന്നത് എന്ന് പറഞ്ഞാൽ, എന്നേക്കാൾ നന്നായിട്ട് ചരിത്രം അറിയാവുന്നവരും സമാചരിത്രം പഠിച്ചവരും പഠിപ്പിക്കുന്നവരുമാണ് ഇവിടെ കേൾക്കുന്നത്. പെർഗമോസിന്റെ ചരിത്രം പഠിക്കുമ്പോൾ അവിടെ ഈ സീസറിന്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്. ചരിത്രമാണ്. ആ സ്റ്റാച്ചുവില് കൈസറ ഒരു വാളും പിടിച്ചു നിൽക്കുക. സഭാചരിത്രം പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവർ യേശുവിനെ തള്ളിപ്പറഞ്ഞില്ലെങ്കിൽ അവരുടെ ഗളച്ഛേദം നടത്തും, അഗ്നിക്കരയാകും, അവരെ പീഡിപ്പിക്കും. അപ്പോൾ വാളുമായിട്ട് ഒരുവൻ നിൽക്കുന്നു, സീസർ. ഇത് അവിടെ കാണാം, എല്ലാവരും കാണത്തക്ക വിധത്തില്ല. ഇത് കണ്ട് ഈ വാളിന്റെ വെട്ടേറ്റ് പിടഞ്ഞ് മരിക്കുന്നതിലും ഭേദം യേശുവിനെ തള്ളി പറയാമെന്ന് ചിന്തിച്ചവരും പറഞ്ഞവരുമുണ്ട്. പക്ഷേ വാളിന് ഏൽപ്പിച്ചു കൊടുത്തവരുമുണ്ട്. അങ്ങനെ സഭയിലും ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഈ സ്റ്റാച്ചു കണ്ട് ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന സീസറിന്റെ പ്രതിഭ കണ്ട് ചിലര് ഭയപ്പെട്ടു നിൽക്കുമ്പോൾ അങ്ങനെയുള്ള സഭയോട് ദൂത് പറയുകയാണ്. അല്ലയോ പെർഗമോസിന്റെ സഭയെ, ഈ ലോകത്തിലെ നേതാവായ രാജാവായ അല്ലെങ്കിൽ ചക്രവർത്തിയാകുന്ന സീസറിന്റെ വാളിന് ഒരു വശത്തെ മൂർച്ചയുള്ളൂ. നിങ്ങളോട് ദൂത് പറയുന്ന നസറയനാകുന്ന യേശുക്രിസ്തുവിന്റെ കയ്യിലുള്ള വാള് ഇരുവായ്ത്തലയുള്ള വാളാ. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ, ലോകത്തിന്റെ ഒരു വശം മൂർച്ചകളുള്ള വാള് കണ്ട് നീ പേടിക്കരുത്. സുവിശേഷ വിരോധികൾ മതഭ്രാന്തന്മാർ ഇളകുമ്പോൾ ദൈവമക്കൾ പേടിക്കരുത്. ഏൽപ്പിച്ച ശുശ്രൂഷ ജീവൻ പോകുമ്പോഴും തന്റെ ഇടത്തോടെ ചെയ്ത് കർത്താവിന് വേണ്ടി നല്ല അവകാശം പ്രാപിക്കുവാൻ ഇന്ന് രാത്രി സമർപ്പണത്തോടെ പോകണം. അവിടെ കൊന്നു, അവിടെ കണ്ടിച്ചു, ഇവിടെ അത് ചെയ്തു, ഇത് ചെയ്ത് പേടിക്കരുത്. അവരുടെ വാളിന് ഒരു വശമേ മൂർച്ചയുള്ളൂ. ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശുക്രിസ്തുവിന്റെ കയ്യിൽ ഇരുവായ്ത്തലയുള്ള വാള, മൂർച്ചയേറിയ വാള, അതാ പരിചയപ്പെടും. അതുകൊണ്ട് ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു ഉന്നതനാ. അവിടുന്ന് മഹിമയുള്ളവനാ, മഹത്വമുള്ളവനാ, ശ്രേഷ്ഠനാ, ഉന്നതനാ. അപ്പോൾ 1 കർത്താവ് സഭയ്ക്കൊന്ന് പരിചയപ്പെടുത്തിയത് എങ്ങനെ. 2 ഇവരെ അഭിനന്ദിച്ചു. എന്തുവാ അഭിനന്ദിച്ചത്? 13-ാം വാക്യം ചടികടാന്ന് വായിച്ചോ. 13 അഭിനന്ദനം. നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളേടമെന്നും ഞാൻ അറിയുന്നു. നീ എന്റെ നാമം
നാമം മുറുകെ നീ പിടിച്ചിരിക്കുന്നു. എന്റെ നാമം മുറുകെ പിടിച്ചു. അഭിനന്ദനമാ. പിന്നെ നിങ്ങളുടെ ഇടയിൽ ആ. സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ ആ. എന്റെ സാക്ഷിയും ആ. വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും ആ. നീ എങ്കിലുള്ള വിശ്വാസം അപ്പൊ നിഷേധിച്ചില്ല. രണ്ട് കാര്യമായി ഇവരെ അഭിനന്ദിക്കുന്നത്. ഒന്ന്, പരിചയപ്പെടുത്തി, ഇരുവായ്ത്തല വാള് മൂർച്ചയുള്ളവനാ ദൂത് പറയുന്നത്. രണ്ട്, അഭിനന്ദനം. എന്തുവാ പെർഗമോ സഭയോട് അഭിനന്ദനം? ഒന്ന്, എന്റെ നാമത്തെ മുറുകെ പിടിച്ചു. അതെന്നാ, ഈ നാമം ശ്രേഷ്ഠമുള്ള നാമമാ. ഈ നാമം ഭൂതങ്ങൾ വിട്ടുപോകുന്ന നാമമാ. യേശുവിന്റെ നാമം രോഗി സൗഖ്യമാകുന്ന നാമമാ. യേശുവിന്റെ നാമം പാപത്തെ മോചിക്കുന്ന നാമമാ. ഈ നാമത്തെ മുറുകെ പിടിക്കണം. എല്ലാ നാമത്തിലും മേലായ നാമം, പകർന്ന തൈലം പോലെ ഇന്ന് രാത്രി ഈ നാമത്തെ മുറുകെ പിടിക്കണം. അതാ നാമത്തെ മുറുകെ പിടിച്ചു. മാത്രമാണോ, വിശ്വാസം നിഷേധിച്ചില്ല. മോഹന വാഗ്ദാനമൊക്കെ തന്ന് പലരും പറയുമ്പോൾ, പ്രിയരെ, ഒരിക്കലായി പരമേലിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ഈ വിശ്വാസം ഉപേക്ഷിച്ച് തള്ളിക്കളഞ്ഞ് നിൽക്കരുതെന്ന് പറഞ്ഞാൽ, വിശ്വാസം നിഷേധിച്ചില്ലെന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ ഉപദേശമുണ്ട്. ഉപദേശത്തിൽ നിൽക്കണമെന്നായി പറഞ്ഞത്. ഇന്നൊരു ഉപദേശം, നാളെ വേറൊരു ഉപദേശം, പിന്നെ മറ്റന്നാൾ വേറൊരു ഉപദേശം. 2 ആഴ്ച കഴിയുമ്പോൾ കേരളത്തിലൊക്കെ നന്നായിട്ട് ഉപദേശം പറഞ്ഞ പല മിടുക്കന്മാരും അമേരിക്കയിലും കാനഡയിലും, എല്ലാവരുടെയും കാര്യമല്ല, അവിടെയൊക്കെ ചെന്ന് ഇപ്പൊ അതിനുമായിട്ട് അങ്ങ് യോജിക്കുക. കാരണം പിള്ളേരെല്ലാം അങ്ങനായി. ഇനിയിപ്പൊ പിള്ളേരോട് യോജിച്ചില്ലേ, പിള്ളേർ പറയും ഇവിടെ താമസിക്കാൻ പറ്റുകയല്ലെന്ന് പറയും. അതുകൊണ്ട് പേടിച്ചിപ്പം ഇത് ചുപ്പച്ചാൽ നമ്മുടെ ആൾക്കാർ വലിയ കീർവാണം അടിച്ചവര്. ഇവിടെ വലിയ വകുപ്പും നിങ്ങൾക്ക് വല്ല മനസ്സിലാകുന്നുണ്ടോ മോനെ? ഇന്നും പിടി കിട്ടുന്നില്ല. ഒരു കാലത്ത് കേരളക്കരയിൽ നന്നായിട്ട് ഉപദേശം പ്രസംഗിച്ച്, വചനം നന്നായിട്ട് പറഞ്ഞ്, അടിസ്ഥാന ഉപദേശങ്ങളും കർക്കശമായി പറഞ്ഞ്, വേർപാടിന്റെ ഉപദേശവും സ്ഥാപിച്ച പല മിടുക്കന്മാരും മറ്റ് രാജ്യങ്ങളിൽ ചെന്ന് അവിടുത്തെ ഭൗതിക നന്മയും രീതിയും പ്രവണതയും കണ്ടപ്പോൾ ഇതിനെല്ലാം അയവ് വരുത്തിയെന്ന് നീ അങ്ങനെ ചെയ്യരുത്. പണ്ട് ഞങ്ങളുടെ വലിയമ്മ പറയും, എടാ കുണ്ട് കാണാത്തച്ചി കുണ്ട് കാണുമ്പോ കണ്ട കുണ്ടല്ല ദേവലോ. പണ്ട് കുചേലവൃത്തത്തിലെ രാമപുരത്ത് വാര്യര് ഒരു വരി എഴുതി, വിപ്രൻ അങ്ങോട്ട് പോകുക സതീർത്ഥ്യനെ കാണാൻ. ദാരിദ്ര്യ ദുഃഖമാ. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ പുള്ളി ദാരിദ്ര്യമെല്ലാം അങ്ങ് മറന്ന് എല്ലാം നല്ല വരിക. വരി ഇങ്ങനെ ആ കൊച്ചടങ്ങി, മോളെ നീ അവിടെ അടങ്ങിയിരിയടി, മുമ്പേ ആരാധിച്ചതല്ലയോ, ഇപ്പം നിർത്താൻ ഞാൻ. നമ്മുടെ കൊച്ചു വേച്ചാൻ്റെ കൊച്ചുമോളാന്ന് തോന്നും അല്ലേ? ആരുടെയിലും ആട്ടെ, മോളെ സമാധാനത്തോടിരിക്കും, ഇപ്പം നിർത്താം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഭാര്യ എഴുതിരിക്കുക, പട്ടിണി കൊണ്ടു മെലിഞ്ഞ പണ്ഡിതനു കുശസ്ഥലി, പട്ടണം കണ്ടപ്പോഴേ വിശപ്പും താകവും പോയി. ഇയാള് പട്ടിണി കൊണ്ട് മെലിഞ്ഞ അങ്ങോട്ട് ചെന്ന് അവിടെ ചെന്ന് ദ്വാരകാപുരി എല്ലാം കൂടെ കണ്ടപ്പോ ഇയാടെ ഇതെല്ലാം അങ്ങ്, അത് ഭാര്യര് നല്ല കണക്കിനായിരിക്കുന്നത്. പട്ടിണി കൊണ്ട് മെലിഞ്ഞ പണ്ഡിതന് കുശസ്ഥലി, പട്ടണം കണ്ടപ്പം വിശപ്പും താകവും. അത് വേറൊരു രാഷ്ട്രീയം. നമ്മുടെ പല മിടുക്കന്മാരും ഒരു കാലത്ത് 30-35 കൊല്ലം മുമ്പ് ഇവിടെ ഉപദേശവും പ്രമാണവും പറഞ്ഞ പല വീരന്മാരും, അങ്ങനെ പറയുന്നതാ കുറച്ചുകൂടെ. ഞാൻ പറയുന്ന അച്ചായന് പിടികിട്ടുന്നുണ്ട്, ഉണ്ട്, എനിക്കറിയാം, നിങ്ങൾക്കും പിടികിട്ടുന്നുണ്ട്. പല വീരന്മാരും മറ്റ് രാജ്യങ്ങളിൽ ചെന്ന് അവിടുത്തെ ഭൗതിക നന്മകളും അവിടുത്തെ കണ്ണഞ്ചിപ്പിക്കുന്ന പലതും, ത്രസിപ്പിക്കുന്നത്, ഉന്മാദപ്പെടുത്തുന്ന, ഇക്കിളിപ്പെടുത്തുന്ന ഈ ലോകത്തിന്റെ പലതും കണ്ടപ്പോൾ ഈ വിശ്വാസം നിഷേധിച്ചെന്ന് ഈ മാർഗത്തിലുണ്ട്. വലിയ വലിയ മീറ്റിംഗ് വരുമ്പം മുടുത്ത ബാഡ്ജും കൂട്ടി ജിബായും ഒക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണാം. ഫോട്ടോയ്ക്ക് പോസും ചെയ്യും. പക്ഷെ ഉപദേശത്തിൽ നിന്ന് മാറി. അതല്ല ഇപ്പൊ ഇച്ചിരി കുടിക്കുക, ഇച്ചിരി ഇടാ, ഇച്ചിരി ആടാ, ഇച്ചിരി പാടാ. പണ്ടൊരു പാട്ടുണ്ടായിരുന്നു, സിനിമാ പാട്ടാ, ആടാം പാടാ ആരോമ ചേവകർ പണ്ട് അംഗം വെട്ടിയ ഞാൻ കേട്ടിട്ടില്ലല്ലയോ? ഉണ്ട്, ഉണ്ട്, പൂവക്കാരനല്ലയോ? ഇപ്പോഴേ ഉപദേശമാ, ഇച്ചിരി കുടിക്കുക, ഇച്ചിരി ഇടാ, ഇച്ചിരി ആടാ, ഒരു മോതിരമൊക്കെ ഇടാ, ഒരു ചെറിയ കാതിപ്പൂവൊക്കെ. ഇവിടെ നല്ല ഗീർവാണം പറഞ്ഞ പുള്ളിക്കാരാ. അല്ല, അവിടുന്ന് ചില വിദ്വാന്മാർ ഇങ്ങോട്ടും വരുന്നുണ്ട്. ഇവിടെ വന്ന് ഭയങ്കര വകുപ്പാ. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ, ഭയങ്കര വകുപ്പാ. ഈ വകുപ്പല്ല അവരുടെ ലോക്കൽ സഭയിലൊന്ന് പറയാമോ? എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ. എനിക്ക് ശൂലേങ്കാരി പറഞ്ഞ പോലെ ഇരുന്നിടം പറ്റിയിരിക്കാലും വെയിൽ കൊണ്ട് കറുത്തിരിക്കാലും നിങ്ങൾ എന്നെ
അവിടുന്ന് ചില ആൾക്കാർ കൺവെൻഷന്റെ സീസണിലൊക്കെ വരികയല്ലേ, ഒന്ന് വലിയ വകുപ്പൊക്കെ പറയുമല്ലോ. ഈ വകുപ്പ് അവരെ ശുശ്രൂഷിക്കുന്ന സഭകളിൽ കൊണ്ടെന്ന് പറഞ്ഞ ഇതുപോലെ പറയണം. എന്നാ തോമസ് കുട്ടിക്ക് പാസ്റ്റർ ഒരു ദീർഘശ്വാസം വിടുന്നേ? കുഴപ്പമാണോ? ആട്ടെ, ഞങ്ങൾ പഴയ സ്നേഹിതരാ. ദൈവത്തിന് മഹത്വം. എനിക്ക് ആരോടും വ്യക്തിവിദ്വേഷവുമില്ല, എതിർപ്പുമില്ല. പക്ഷെ ഒരു കാര്യം, നീ ഏത് രാജ്യത്താന്നേലും ഏത് സ്ഥലത്താന്നേലും ഈ വിശ്വാസം നിഷേധിക്കരുത്. ഇത് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസമാണ്. യൂദ 20 വായിച്ച് ഷീനായോ നിമ്മിയോ പെട്ടെന്ന് വായിര്. യൂദ 20. നിങ്ങളോ പ്രിയമുള്ളവരെ, വായിച്ചോ. എന്നാ? നിങ്ങളുടെ വിശുദ്ധ വിശ്വാസത്തെ, നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയവർദ്ധന വരുത്തി. ഈ വിശ്വാസ പ്രമാണത്തിന്റെ വിശേഷത ഇത് അതിവിശുദ്ധ വിശ്വാസമാണ്. ഇത് നിഷേധിക്കരുത്. ഈ പ്രമാണത്തിന് വേണ്ടി നിന്നോണം. മാനസാന്തരവും രക്ഷയും സ്നാനവും അഭിഷേകവും വേർപാടും തിരുമേശയും എന്നല്ല കർക്കശമായ ഉപദേശമാ. ഇത് വിട്ടേച്ച് നീ പോകരുത്. ഉപദേശം ഇതാ. അല്ല 10 പുത്തം കാണുമ്പോ ഒരു പന്നതായ്പനം കാണുമ്പോ നീ എന്നെ എല്ലാരും എനിക്ക് ഈ വെട്ടം ഇങ്ങനെ അടിക്കുന്നതുകൊണ്ട് ഒന്നും കാണാനും മേല. അല്ല, കാണാതിരിക്കുന്നതാണ് നല്ലത്. 2 കാര്യമായി ഇവരെ അഭിനന്ദിക്കുന്നത്. 1, എന്റെ നാമം നിഷേധിച്ചില്ല. 2, വിശ്വാസം നിഷേധിച്ചില്ല, നാമത്തെ മുറുകെ പിടിച്ചു. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, സഹോദരന്മാര്, ഈ നാമത്തെ മുറുകെ പിടിച്ചാൽ നിനക്കൊരു ദോഷവും വരികയല്ല. ഈ നാമത്തെ മുറുകെ പിടിച്ചാൽ നിനക്കൊരു കുഴപ്പവും വരികയല്ല. എല്ലാ നാമത്തിലും മേലായ നാമമാണ്. അപ്പൊ 1 പരിചയപ്പെടുത്തി, 2 അഭിനന്ദനം, 3 ആക്ഷേപമുണ്ട്. എന്തുവാ ആക്ഷേപം? 13, 14. എങ്കിലും 14, 15 വായിച്ചു. ആക്ഷേപം. എങ്കിലും നിന്നെ കുറിച്ച് കുറഞ്ഞ ഒരു കുറ്റം പറവാനുണ്ട്. അതൊരാക്ഷേപം. കേട്ടോ, കർത്താവ് അങ്ങനെ പറയും. കർത്താവിന്റെ ഒരു ശ്രേഷ്ഠത. അഭിനന്ദിക്കേണ്ടവരെ അഭിനന്ദിക്കും, ആക്ഷേപിക്കേണ്ടവരെ അങ്ങനെ ഉണ്ട്. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ബർയോനാ ശിമോനെ, ഇത് ജഡരക്തമൊന്നുമല്ല വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ അഭിനന്ദനമാണ്. ഒരിക്കൽ പറഞ്ഞു, അയ്യോ, ഇസ്രയേലിൽ പോലും ഇങ്ങനെ ഒരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല, അഭിനന്ദനമാണ്. വേറൊക്കെ പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാകട്ടോ, അല്ലേ, അഭിനന്ദനം. ഒരിക്കൽ പറഞ്ഞു, സാക്ഷാൽ ഇസ്രായേലിൻ ഇവനിൽ കർത്താവ് അഭിനന്ദിക്കും. നമ്മളും അങ്ങനെ അഭിനന്ദിക്കണം. ഇവർ 2 പേരും വാക്യം വായിച്ചത് അഭിനന്ദിക്കുക. ഇപ്പോഴാണ് യോഗം തീരുന്ന മുറിയായപ്പോൾ മൈക്ക് നല്ല സുഖവുമുണ്ട്. ഇപ്പോഴ് ഇപ്പോഴാ ശരിയായത്. ആട്ടെ, ഇപ്പോഴേലും ആയല്ലോ. എനിക്ക് ഞാൻ എന്നെ ഉറങ്ങാന്നു, ഇതെല്ലാം പുള്ളി കേട്ട് അങ്ങ് ഉറങ്ങുക. അപ്പൊ ശ്രദ്ധിച്ചേ, കർത്താവ് അഭിനന്ദിക്കുന്നവനെ അഭിനന്ദിക്കും, പക്ഷേ ആക്ഷേപിക്കേണ്ടവരെ. പത്രോസിനോട് ഒരിക്കൽ പറഞ്ഞു, ജഡരക്തമല്ല വെളിപ്പെടുന്ന സ്വർഗസ്ഥനായ പിതാവ്. പത്രോസിനോടാ പറഞ്ഞ, സാത്താനെ എന്നെ വിട്ട്. ഇത് 2 കർത്താവ് പറഞ്ഞതാ. കർത്താവ് അങ്ങനെ പറയും. അപ്പൊ അതുകൊണ്ട് അഭിനന്ദനമുണ്ട്, ആക്ഷേപം. പെർഗമോസ് സഭയ്ക്കുള്ള ആക്ഷേപമാ. 14, 15 വാക്യം ഒന്നുകൂടെ വായിച്ചേ. എങ്കിലും നിന്നെ കുറിച്ച് കുറഞ്ഞ ഒരു കുറ്റം പറയാനുണ്ട്. പിന്നെ ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുൻപിൽ ഇടർച്ച വയ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ, ബിലയാമിന്റെ ഉപദേശം പിടിച്ച ചില ആൾക്കാർ സഭയ്ക്കകത്തുണ്ടെന്ന് അവിടെ നിനക്കുണ്ട്, പെർഗമോസിലുണ്ടെന്ന്. അടുത്ത വാക്യം അങ്ങനെ തന്നെ. അവണ്ണം നിക്കോലാവ്യരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ അവരുമുണ്ട് സഭയ്ക്കകത്ത്. അല്ല, ഇത് 2 ഉണ്ടല്ലോ ഇപ്പോഴും സഭയ്ക്കകത്ത്. ബിലയാമിന്റെ ഉപദേശം ആരെ വേണേലും കെട്ടാം, എങ്ങനെ വേണേലും കെട്ടാം, എത്ര വേണേലും കെട്ടാം. ഒന്നും മനസ്സിലാകുന്നില്ല. കൺവെൻഷൻ ആയതുകൊണ്ട് ഞാൻ അങ്ങ് അടങ്ങുക. വേച്ചാനും ചിന്തിക്കുക, ദൈവമേ ഒന്നും പറയിപ്പിക്കരുതേ നാവിനെ. അതുകൊണ്ട് പറയുന്നില്ല. വേച്ചാന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. വിടുക. 1, ബിലിയാമിന്റെ ഉപദേശക്കാർ ഇതിനകത്തുണ്ട്. 2, നിക്കോലോവിയ ഉപദേശം. എന്തുവാ നിക്കോലോവിയ ഉപദേശം? സാധാരണ എല്ലാവരും, ഞാനും ഒക്കെ അങ്ങനെ പഠിച്ചു വെച്ചത്. 7 പേരെ തെരഞ്ഞെടുത്തതിൽ ഒരുത്തനാണല്ലോ നിക്കോലാവാസ്. അവൻ കൊണ്ടുവന്ന്
ഉപദേശമാണ്. എന്നാൽ ശരിയായ വേറൊരു പഠനം 2 പദമാണ്, നിക്കോലോവോസ്. ആ വാക്കിന്റെ അർത്ഥം ഇതാ, ജനം ജയിക്കുന്നു. ജനം ജയിക്കുന്നു. അങ്ങനെ ജനം ജയിച്ച് കയറി വരുന്ന ഉപദേശക്കാര് സഭയ്ക്കകത്ത് ഉണ്ട്. ദൈവകൃപ നോക്കിയാണോ ഇപ്പൊ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, കമ്മിറ്റി, കൗൺസിൽ വല്ലതും ദൈവകൃപ നോക്കിയാണോ? അച്ഛൻ സത്യം പറ, ഇവരാരും പറയുകയല്ലെന്നാണ്. അച്ഛനെങ്കിലും സത്യം പറ. ജനം ജയിക്കുന്നു. എന്നാ തല ചോറിയുന്നത്? ഉള്ള കാര്യമാണ്. ഈച്ച വന്നതിന്റെ കുഴപ്പമില്ല, ആട്ടെ. അതെ, ജനം നിക്കോലോമോസ്, ജനം ജയിക്കുന്നു. ജനം, ദൈവത്തിന് സ്ഥാനമില്ല, ദൈവത്തെ ഭയപ്പെടുന്നില്ല. ജനം ഇലക്ഷൻ നടത്തി, ജനം തെരഞ്ഞെടുത്ത് അങ്ങോട്ട് വിടുക, അവരങ്ങ് തീരുമാനിക്കുക. ബേച്ചാൻ എന്നെ നിങ്ങൾ സൂക്ഷിച്ചു നോക്കുന്നേ, ഉള്ള കാര്യമായി പറയാന്നേ. പണ്ട് ആശാരോട് പറഞ്ഞ പോലെ നിർത്തിയെന്നായിരിക്കും ചിന്തിച്ചത്. എനിക്കറിയാം നിർത്തുകയല്ലെന്ന്. കൊടുകൈ ദൈവത്തിന് മഹത്വം. ഉള്ളതായി പറയുന്ന ഉള്ളതാ, അല്ല ഉള്ളത് പറയുന്ന എല്ലാവർക്കും ഇഷ്ടവുമല്ല. ദൈവത്തിന് മഹത്വം. ജനം ജയിക്കുന്നു. ജനമല്ല ജയിക്കേണ്ടത്, ദൈവം ജയിക്കണം. ദൈവത്തിന് പ്രധാനം. സഭയ്ക്കകത്ത് എലക്ഷൻ പാടില്ലെന്നായി പറഞ്ഞതിന്റെ അർത്ഥം ഇഷ്ടമുണ്ട് അംഗീകരിച്ചാ മതി. എന്തൊരു മേളമാ നടക്കുന്നേ, എന്തൊരു മേളമാ. പാടില്ല. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടണം. അയ്യോ, ജനമെല്ലാം കൂടെ തെരഞ്ഞെടുത്തോർത്തിന് അബ്ശാലോ അറിയാമല്ലോ എന്തോ പറ്റി. എന്റെ ദൈവമേ, നിങ്ങൾ പുസ്തകം വായിച്ചേ. അബ്ശാലോമന്റെ അടി തൊട്ട് മുടി വരെ ഒരു നോവില്ല, മുട്ടിയിട്ട ബഹളമാ. വായിച്ചേ മോളെ, 14:25 വായിര്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം. എന്നാൽ രഹബയാം രാജാവ് 14:25 ശൗമേലിന്റെ പുസ്തകമല്ലേ? ശൗമേലിന്റെ പുസ്തകം 2-ാം പുസ്തകം, ശമൂവേലിന്റെ 2-ാം പുസ്തകം 14:25 വായിച്ചേ. ആ കണ്ണിക, ചെറിയ കണ്ണിക താഴെ, ഇടതു വശത്ത് താഴെ, പെട്ടെന്ന് വായിര്. എന്നാൽ എല്ലാ ഇസ്രായേലിലും സൗന്ദര്യം കൊണ്ട് അബ്ശാലോമിനോളം ശ്ലാഘ്യനായ ഒരുത്തനും ഉണ്ടായില്ല. അടുത്തത് ഓടിച്ചു വായിര്. അടി തൊട്ട് മുടി വരെ ഒരു ഊനവുമില്ലായിരുന്നു. അവൻ ആണ്ടുതോറും വ്യാഖ്യാനിക്കാൻ നേരമല്ല, മുടിയിൽ വലിയ വിചിത്രമൊക്കെ കാണിക്കുന്നവനാ. ആണ്ടുതോറും കത്തിക്കും. രാജതൂക്കത്തിന് ഇത്ര ശക്കൽ. ഒടുവിൽ ആ മുടിയിലാ കുരുങ്ങിയത്. നീ കർത്താവിനേക്കാൾ ഉപരി എന്തിനെങ്കിലും പ്രഥമ സ്ഥാനം കൊടുത്താൽ അതിലായിരിക്കും നീ കുരുങ്ങുന്നത്. പ്രേമനത്തിലെ പടയം അങ്ങോട്ട് മുറുകിയപ്പോൾ തിങ്ങിക്കുന്ന കോവർക്കടത്തിന്റെ പുറത്ത് കയറി തിങ്ങി നിൽക്കുന്ന കരിവേലകത്തിന്റെ ഇടക്കൂടെ കോവർക്കടതെ തെളിച്ചിങ്ങനെ ഓടിച്ചു. കടലിങ്ങനെ ഓടിപ്പോയി. ആ കോവർക്കടത ഓടിപ്പോയപ്പോൾ കരിവേലകത്തിൽ ഇവന്റെ മുടി കുരുങ്ങി. കീഴെയുള്ള കോവർക്കടത ഓടിപ്പോയി. ഇവരിങ്ങനെ തൂങ്ങിക്കിടക്കുക, തൂങ്ങിക്കിടന്നിങ്ങനെ ആടുക. നമ്മളാണെ പറയും പ്രൈസ് ആൻഡ് വർഷിപ്പാന്ന്. കഴുതയുടെ ഭോഗത്തിന് പോയി അവിടെ കിടന്ന് ആടാന്ന് പറഞ്ഞ് കഴുത ഓടി. ഇവൻ കിടന്ന് ആടുക. ചുരുക്കി പറഞ്ഞാൽ 3 പേര് വട്ടം കൂടി തല്ലിക്കൊന്നു. അത് ജനം പറഞ്ഞൊരു പദമുണ്ട്, നമുക്ക് രാജാവായി നാം തെരഞ്ഞെടുത്ത. അതാ ജനം തെരഞ്ഞെടുത്തു. ആ 19:11 വായിച്ച് അത് വായിച്ചങ്ങ് നിർത്തുക. 19:10 ശൗമേലിന്റെ 2-ാം പുസ്തകം 19:10 നമുക്ക് രാജാവായി നാം അഭിഷേകം ചെയ്തിരുന്ന അതാ ജനം. നിക്കോലോവോസ്, ജനം ജയിക്കുന്നു. നമുക്ക് രാജാവായി നാം തിരഞ്ഞെടുത്ത് അബ്ശാലോം പടകിൽ പട്ടു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മളല്ല തെരഞ്ഞെടുക്കേണ്ടത്, ദൈവം തെരഞ്ഞെടുക്കണം. ശൗലിന്റെ തലയിലോട്ട് തൈലക്കൊമ്പിലെ തൈലാഭിഷേകം ഒഴിച്ചേച്ച് ശമൂവേൽ പറയുന്ന ഒരു പദമുണ്ട്. നോക്ക്, യഹോവ തെരഞ്ഞെടുത്തവനെ കണ്ടോ? ദൈവം തെരഞ്ഞെടുക്കണം. നിർത്തുക. ഇങ്ങനെയുള്ള സഭയോട് പറയുക, നിക്കോലോവിയ ഉപദേശത്തിൽ നിന്നും പെട്ടുപോകരുത്, ബിലയാമിന്റെ ഉപദേശത്തിൽ പെടരുത്. നീ ജയിക്കണം. അങ്ങനെ ജയിച്ചു വന്നാൽ നിനക്ക് മറഞ്ഞിരിക്കുന്ന മന്ന തരും.
അത് പറയണമെങ്കിലൊക്കെ ഏറെ സമയമെടുക്കുമെങ്കിൽ ഇതുവരെ കേട്ടിരുന്നല്ലോ, നിർത്തുക. ഇത്രയും സമയം കേട്ടിരുന്നതിന് നന്ദി. മറഞ്ഞിരിക്കുന്ന മന്ന ആർക്ക്? ജയിക്കുന്നവന്. മന്ന യേശു ക്രിസ്തുവിനും വചനത്തിനും നടല. എന്താ മന്നയുടെ പ്രത്യേകത? മുകളിൽ നിന്ന് വന്നതാ. മുകളിൽ നിന്ന് വന്ന ഒരുവനേ ഉള്ളൂ, യേശു. 2, മന്ന വളരെ ചെറുതാ എന്ന് പറഞ്ഞാൽ വലിയവനായ ദൈവം എന്നെയും നിന്നെയും രക്ഷിപ്പാൻ ചെറുതായിട്ട് അവതരിച്ചു. അതാ മന്ന ക്രിസ്തുവിന്. 3, മന്ന വെള്ള നിറമാ. കൊത്തമ്പാലരി പോലെ വെള്ള നിറം എന്ന് പറഞ്ഞാൽ അവിടുത്തെ വിശുദ്ധിയെ കാണിക്കുന്നതാണ്. 6 കോടതി മാറി മാറി വിസ്തരിച്ചിട്ട് ഒരു കുറ്റവുമില്ലല്ലോ. നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ വലിയവൻ. അതാ മന്ന. 4, മന്നയുടെ 4ാമത്തെ വിശേഷത, ആമേൻ, ദൈവത്തിന് സ്തോത്രം. ഇത് വാതിക്കലുണ്ട്. കൂടാരവാതിൽ തുറക്കുമ്പം വാതിക്കൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തു നിന്റെ സമീപത്താ, രക്ഷ നിന്റെ സമീപത്താ. രക്ഷ തപ്പി കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാട്ടും സംസ്ഥാനങ്ങളും മാറണ്ട. രക്ഷ നിന്റെ അടുത്തുണ്ട്, രക്ഷ സമീപത്താ. ഇന്ന് രാത്രി രക്ഷാ ദിവസമാ, സുപ്രസാദ കാലമാ. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു വേണം ഈ ഗ്രൗണ്ട് വിട്ടു പോകാൻ. മാത്രമാണോ മന്നയുടെ അടുത്ത പ്രത്യേകത? അവനവൻ പെറുക്കിയെടുക്കണം. കുടുംബമായിട്ടല്ല, അവനവൻ പെറുക്കണം. രക്ഷ വ്യക്തിപരമാകട്ടോ. അപ്പച്ചൻ രക്ഷിക്കപ്പെട്ട തങ്കച്ച നീ പോകുകയല്ല, അമ്മച്ചി രക്ഷിക്കപ്പെട്ട മോളി നീ പോകുകയല്ല. ചില പറയും എൻ്റെ വല്യമ്മച്ചി ആയിക്കോട്ടെ, വല്യമ്മച്ചി അവിടെ കാണ്, നീ പോകണമെങ്കിൽ നീ രക്ഷിക്കപ്പെടണം. ഞങ്ങൾ കുരിശുമൂട്ടിലെയാ, കുന്നേലയാ, പള്ളിക്കുന്നേലയാ, പള്ളിത്താഴത്തെയാ, ഞങ്ങൾ പകലോ മറ്റും ശങ്കരപുരി, കാളികാവ് ആയിക്കോട്ടെ, പക്ഷേ നീ സ്വർഗത്തിൽ പോണേ, രക്ഷിക്കപ്പെടണം. ഞങ്ങളുടെ വീട്ടിൽ അച്ഛനുണ്ട്, ജമ്മാച്ചനുണ്ട്, മെത്രാനുണ്ട്, കത്തനാരുണ്ട്, കശീശായുണ്ട്. ഏത് ഷായും ഷീയും ഉണ്ടെങ്കിലും നീ സ്വർഗത്തിൽ പോണേ, രക്ഷിക്കപ്പെടണം. സ്തോത്രം. ഞങ്ങളുടെ വീട്ടിൽ പാസ്റ്റ് ഉണ്ട്, സെൻട്രൽ പാസ്റ്റ് ഉണ്ട്, ഇന്നയാളാ കൗൺസിൽ മെമ്പർ, അവൻ കൗൺസിൽ സെക്രട്ടറി, ട്രഷറർ ഉണ്ടല്ലോ, ഒത്തിരി. ആയിക്കോട്ടെ, അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ, പക്ഷെ സ്വർഗത്തിൽ പോകണമെങ്കിൽ നീ രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെട്ട് ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയിൽ നിൽക്കണം. അവനവൻ പെറുക്കിയെടുക്കണം. ഇന്ന് രാത്രി ഈ മന്ന, മറഞ്ഞിരിക്കുന്ന മന്ന ഒരു ദിവസം നമുക്ക് ലഭിക്കും. ആമൻ. പ്രത്യാശയുള്ള ദൈവമക്കൾ ദൈവത്തെ മഹത്വപ്പെടുത്ത്. അവിടെ കർത്താവ് സഭയോട് ദൂത് പറയുമ്പോൾ ഒരു മുന്നറിയിപ്പ് കൊടുക്കുക, ഞാൻ വേഗം വരുന്നു, വേഗം വരുന്നു. അതാ നമ്മുടെ പ്രത്യാശ. നമ്മുടെ കൺവെൻഷന്റെ സമാപന യോഗമാ ഇന്ന് തീരുക. അതുകൊണ്ട് ആ ഭാഗവും കൂടെ പറഞ്ഞു നിർത്തുക. യേശു വീണ്ടും വരുന്നു, വേഗം വരുന്നു. എന്തിന്? തിരുസഭയെ ചേർക്കാൻ. എവിടെ കൊണ്ടുപോകാൻ? സ്വർഗത്തിൽ കൊണ്ടുപോകാൻ. എന്തിന്? തന്നോടുകൂടെ ഇരുത്താൻ. ഇരുത്തിയാലോ തൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുത്താൻ. അവൻ മാത്രമാണോ അവനെ താൻ ഇരിക്കുമ്പോൾ നമ്മൾ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാക്കാൻ. ഇന്ന് രാത്രി പ്രത്യാശയുള്ള ദൈവമക്കൾ ദൈവത്തെ മഹത്വപ്പെടുത്ത്. നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് രൂപപ്പെടുത്താൻ വേണ്ടി യേശു വരുമെന്ന് ആമേൻ. പ്രത്യാശയുടെ വചനങ്ങൾ നിങ്ങൾക്കറിയാം. സഹോദരന്മാരെ, മാംസരക്തങ്ങൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഈ ദ്രവത്വമുള്ള അദ്രവത്വത്തെയും മർത്യമായത് അമർത്യത്വം ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്തെയും മർത്യമായത് അമർത്യത്വം ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നുള്ള വചനം നിവർത്തിയാകും. ഇന്ന് രാത്രി ഈ പ്രത്യാശയുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്ത്. പക്ഷെ ഒരുവൻ മരിച്ചവൻ എങ്ങനെ വരുമെന്നും ഏതുവിധം ശരീരത്തോടെ വരുമെന്നും ചോദിക്കുന്നു. മൂടാ, നീ വിതയ്ക്കുന്നത് എത്തില്ലെങ്കിൽ തനിയായിരിക്കുന്നു. നീ വിതയ്ക്കുന്നത് ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ മണികളത്ര ദൈവമോ ഓരോന്നിന് അതതിന്റെ ശരീരം കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. പക്ഷികളുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ, മൃഗങ്ങളുടെ മാംസം വേറെ. ഭൗമ ശരീരങ്ങളുമുണ്ട്, സ്വർഗീയ ശരീരങ്ങളുമുണ്ട്. ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ, സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ട്. മരിച്ചവരുടെ പുനരുത്ഥാനോ ൗവണ്ണം തന്നെ കാഹളം ധ്വനിക്കും. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർക്കും. ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടും. 2 കൂട്ടരും ഒന്നിച്ച് കർത്താവിനെ എതിരേൽക്കും. പൗലോസ് പറയും, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ. ഈ കട്ടതയും പങ്കപ്പാടും വേഗം തീരും, നമ്മൾ പറന്നു പോകും. പ്രത്യാശയുള്ള ദൈവമക്കൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. അല്പസമയങ്ങൾ എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. അല്പസമയങ്ങൾ എല്ലാവരും കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഒരു പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ പാടി നമുക്ക് ഇന്ന് രാത്രി പിരിയാം ദൈവത്തിന് മഹത്വം. ആ പഴയ പാട്ടിന്റെ 2 ചരണങ്ങളാ. അവ എന്നും നീ വന്നിടും എന്റെ മണവാള, നിന്നെ കണ്ടു ഞാൻ എന്റെ ആശ തീർക്കും. നിങ്ങൾ അവിടെ ഇരുന്നാ മതി. ഇരുന്നാ മതി, ഇരുന്നോണ്ട് എന്നും നീ വന്നിടും എന്റെ മണവാള, നിന്നെ കണ്ടു ഞാൻ ആശ തീർക്കുവാൻ. ഞാൻ എന്റെ ആശ തീർക്കുവാൻ. ഓ മന്ന ജയ ജയ ചേർന്ന് കയ്യടിച്ചേ. മാനുവേലനെ മകേശ
ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? കൽപ്പനയല്ല, അപേക്ഷയാ. ഇറങ്ങി പോകരുത്. ഇപ്പം നിർത്തുക. ഒക്കുന്നെങ്കിലെ കരങ്ങൾ രണ്ടും വീശി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്ത്. എല്ലാവരും കരങ്ങളൊന്ന് വീശി നമ്മുടെ മഹായോഗം അവസാനിക്കുക. ഇന്നും എന്നേക്കും